Hi students. ഇപ്പോൾ നമ്മൾ 7 September 2020 ഇന്ന് നടന്ന എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ? The velocity of a boat in still water is 10 meter per second. If water flows in the river with the velocity is 6 meter per second, then difference in time taken to cross the river in the shortest path and the shortest time is. നമ്മൾ 2 dimensional പഠിച്ച കണ്ടീഷനാണ്. ക്ലിയർ? എന്താ രണ്ട് സ്പെഷ്യൽ കണ്ടീഷനാണ് ഷോർട്ടസ്റ്റ് പാത്തിലൂടെയും ഷോർട്ടസ്റ്റ് ടൈമിലും ഓപ്പോസിറ്റ് ബാങ്കിൽ എത്തേണ്ട കൺസെപ്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 10 meter per second. That is nothing but the velocity of boat with respect to river. That is we can take as velocity of boat with respect to rivers is nothing but 10 meter per second. Clear? Similarly, water flows in the river with the velocity 6 meter per second. That is velocity of river. Vr is equal to 6 meter per second. എങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ, രണ്ട് ഷോർട്ടസ്റ്റ് ടൈമിൽ. അവ തമ്മിൽ ടൈം കണ്ടുപിടിച്ചിട്ട് അവ തമ്മിൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ആദ്യം ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ കൺസെപ്റ്റ് നോക്കാം. ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ കൺസെപ്റ്റിൽ നമുക്കറിയാം ഇതാണ് റിവർ എന്ന് വിചാരിക്കുക. ഹിയർ ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. ക്ലിയർ? വിഡ്ത്ത് ഓഫ് ദ റിവർ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 80 മീറ്റർ ആണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ റിവർ ഇസ് നത്തിങ് ബട്ട് 80 മീറ്റർ. ക്ലിയർ? പുള്ളിക്കാരൻ എ എന്നുള്ള ബാങ്ക്, ഹിയർ ഇറ്റ് ഈസ് ബി എന്നുള്ള ഓപ്പോസിറ്റ് ബാങ്കിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആദ്യത്തെ കണ്ടീഷൻ ഷോർട്ടസ്റ്റ് പാത്താണ്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്തിലൂടെ ആയിരിക്കണം പുള്ളിക്കാരൻ്റെ മൂവ്മെൻറ്റ്. ഹിയർ ഈസ് ആക്ച്വലി ദ റിവർ ഫ്ലോസ് ഡൗൺവേർഡ് ആണ്, ഇങ്ങോട്ടാണ് വെലോസിറ്റി ഓഫ് ദ റിവർ, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷോർട്ടസ്റ്റ് പാത്തിൽ അയാൾ ബിയിലേക്ക് എത്തണമെങ്കിൽ അയാൾ എങ്ങോട്ട് സ്വിം ചെയ്യണം, അല്ലെങ്കിൽ ബോട്ട് എങ്ങോട്ട് മൂവ് ചെയ്യണം? അപ്പ് സ്ട്രീമിലേക്ക് മൂവ് ചെയ്യണം. ക്ലിയർ? വിത്ത് വെലോസിറ്റി വി ബി. ഹിയർ ഇസ് എ കണ്ടീഷൻ. നമുക്ക് തൽക്കാലം ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. എങ്കിൽ ഈ 80 മീറ്റർ ട്രാവൽ ചെയ്യാൻ പുള്ളിക്കാരൻ എടുക്കുന്ന ടൈം എത്ര എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഷോർട്ടസ്റ്റ് പാത്തിലൂടെ എത്താൻ ആവശ്യമായ ടൈം ഇൻ്റർവൽ. നമുക്ക് ആ ടൈമിന് തൽക്കാലം T1 എന്ന് വിളിച്ചാൽ T1 ഈസ് ഈക്വൽ ടു ആരാണ്? T1 ഈസ് ഈക്വൽ ടു ഇത് എ ബി എന്നുള്ള വിഡ്ത്ത് 80 ആണ്. ദറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ ദ വെർട്ടിക്കൽ വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അക്രോസ് ദ റിവറിലേക്കുള്ള വെലോസിറ്റിയാണ്. ആക്ച്വലി അക്രോസ് ദ റിവറിലേക്കുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് വി ബി ആണ്, ഇത് തീറ്റ ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ആര്? വി ബി കോസ് തീറ്റ ടേം. ഇങ്ങോട്ടായിരിക്കും ആര്? വി ബി സൈൻ തീറ്റ ടേം. അപ്പോൾ ടൈം ഇൻ്റർവെൽ കാണാൻ ദിസ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ആര് മതി? ദ അക്രോസ് ദ വെലോസിറ്റി അല്ലേ? അതായത് റിവറിന് അക്രോസ് ഉള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആര്? വി ബി സൈൻ തീറ്റ. അപ്പോൾ 80 ബൈ വി ബി സൈൻ തീറ്റ ചെയ്താൽ നമുക്ക് ആൻസർ വരും. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെയുള്ള ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. ദറ്റ് ഇസ് T1 ഈസ് ഈക്വൽ ടു ആരാണ്? വിഡ്ത്ത് അല്ലേ? വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വി ബി സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയർ. അങ്ങനെ റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഈ റിലേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ 8 ഡിവൈഡഡ് ബൈ വി ബി സൈൻ തീറ്റ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം തീറ്റ കണ്ടുപിടിക്കണം അല്ലേ? തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് വെലോസിറ്റി കമ്പോണൻറ്റ്, വി ബി വെലോസിറ്റി കമ്പോണൻറ്റ്, വി ആർ വെലോസിറ്റി കമ്പോണൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയും സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആരാ? വി ബി സ്ക്വയർ. വി ബി തന്നിട്ടുണ്ട് 10 ആണ്, 10 സ്ക്വയർ മൈനസ് വി ആർ ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എത്രയാണ്? വി ആർ 6 ആണ്, 6 സ്ക്വയർ. ഹിയർ ഇറ്റ് ഈസ് ദാറ്റ്സ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 100 മൈനസ് 36, 64. റൂട്ട് മീൻസ് 8 ദാറ്റ്സ് ഈക്വൽ ടു 10 സെക്കൻഡ് വരും. അപ്പോൾ 10 സെക്കൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ടസ്റ്റ് പാത്തിലൂടെ പുള്ളിക്കാരൻ മൂവ് ചെയ്യണമെങ്കിലുള്ള ടൈമാണ് ആര്? 10 സെക്കൻഡ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഈസ് എ ഷോർട്ടസ്റ്റ് ടൈം. ഷോർട്ടസ്റ്റ് ടൈം ആണെങ്കിൽ സിമ്പിളാണ്. ഹിയർ ഇറ്റ് ഈസ് അഗെയിൻ ദ വിഡ്ത്ത് ഓഫ് ദ റിവർ മൂവിങ് ഡൗൺവേർഡ് വിത്ത് വെലോസിറ്റി വി ആർ. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് പോയിന്റ് ഇവിടെ ബി ആണ്. പുള്ളിക്കാരൻ ഷോർട്ടസ്റ്റ് ടൈമിൽ മൂവ് ചെയ്യണമെങ്കിൽ he tries to move directly across the river with the velocity vb, but shortest ടൈമിലാണെങ്കിൽ ദ റിസൾട്ടൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ എത്തുന്ന പോയിൻ്റ് എവിടെ ആയിരിക്കുന്നേ ഉള്ളൂ? സിയിലായിരിക്കുന്നേ ഉള്ളൂ.
പക്ഷേ അയാൾ പുള്ളിക്കാരൻ ഡയറക്റ്റ്ലി മൂവ് ചെയ്യും, പക്ഷേ എത്തുന്ന പോയിന്റ് ആക്ച്വലി സി ആണ്. അതായത് ഇവിടെ ഒരു ഡിഫറൻസ് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് ബിയിലേക്ക് ഇവിടെ ആവശ്യമായ ടൈം കാണാൻ ആ T2 is equal to ഇവിടെയുള്ള വിഡ്ത്ത് ആര് തന്നെ 80 ഡിവൈഡഡ് ബൈ വെലോസിറ്റി അക്രോസ് ദ റിവർ ഇസ് ഡയറക്റ്റ്ലി വി ബി തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ ഷോർട്ടസ്റ്റ് ടൈമിലാണെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യണം? അക്രോസ് ആയിട്ട് ഡയറക്റ്റ്ലി മൂവ് ചെയ്യണം. അപ്പം 80 ഡിവൈഡഡ് ബൈ വി ബി ദാസ് ഈക്വൽ ടു 80 by 10 ദാസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പോൾ ആദ്യം ഷോർട്ടസ്റ്റ് പാത്തിലാണെങ്കിൽ 10 സെക്കൻഡ്, ഷോർട്ടസ്റ്റ് ടൈമിലാണെങ്കിൽ 2 സെക്കൻഡ്. അപ്പം ആക്ച്വലി ഡിഫറൻസ് ആണ് നമുക്ക് ആവശ്യം അല്ലേ? അപ്പോൾ 10ഉം 2ഉം ആണ്. അപ്പം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 2 സെക്കൻഡ് വരും. ഹിയർ ഇറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ? അപ്പോൾ 2 സെക്കൻഡ് ഡിഫറൻസ് വരും. ആരൊക്കെ തമ്മിൽ? പുള്ളിക്കാരൻ്റെ ഷോർട്ടസ്റ്റ് പാത്തും ഷോർട്ടസ്റ്റ് ടൈമിലും ഓപ്പോസിറ്റ് ബാങ്കിൽ എത്തുന്ന ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആയിരിക്കും. ഇസ് ക്ലിയർ? സോ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, here it is. An insect crawls up a hemispherical surface very slowly. See the figure. ഇവിടെയാണ് ഇൻസെക്റ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണ്. ഇൻസൈഡ് ആണ്, അതായത് സർഫസിൻ്റെ അകത്ത് സൈഡിലാണ് ഇൻസെക്റ്റ് ഉള്ളത്. The coefficient of friction between the insect and the surface is 1/3. That is coefficient of friction, that is mu is nothing but 1/3 is given. If the line joining the center of the hemispherical surface to the insect makes an angle alpha with the vertical, here is the alpha, this angle is nothing but alpha with the vertical. The maximum possible value of alpha is given by, we have to find the maximum value, possible value of alpha. അപ്പോൾ ഇവിടെ ഇൻസെക്റ്റ് ഉണ്ട്, അപ്പോൾ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൽഫയുടെ ആംഗിൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ മാസ് എം ആണെങ്കിൽ വി നോ ദാറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഇസ് വെയ്റ്റ് ഈസ് നത്തിങ് ബട്ട് ആരാണ്? എം ജി ആക്ട് ചെയ്യും. ശരിയല്ലേ? ആൻഡ് ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഈ വെയ്റ്റ് നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റിയാൽ ഇത് വെർട്ടിക്കലി ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ എം ജിക്ക് ഈ ആംഗിൾ ഉണ്ടാക്കുന്ന ഇതും ആൽഫയാവും. ശരിയല്ലേ? അപ്പോൾ വെയ്റ്റിന് രണ്ട് കമ്പോണൻ്റ് ആക്കി ഡിവൈഡ് ചെയ്താൽ ഇത് ആൽഫയാണെങ്കിൽ ദിസ് ക്യാൻ ബി എം ജി കോസ് ആൽഫ. And another component should in this direction, that is mg sin alpha. ശരിയല്ലേ? അപ്പോൾ ഇതാണ് വെയ്റ്റിൻ്റെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് നോർമൽ റിയാക്ഷൻ അത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നോർമൽ റിയാക്ഷൻ ആർ. ക്ലിയർ? ഇനി ഈ പർട്ടിക്കുലർ ഹെമിസ്ഫെറിക്കൽ സർഫസിലൂടെ മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിലുള്ള കൺസെപ്റ്റ് എന്താണ്? പുള്ളിക്കാരൻ്റെ വെയ്റ്റിനെ ആരാ ബാലൻസ് ചെയ്യേണ്ടത്? ഇവ തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഇയാൾ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും കണ്ടീഷൻ അവ തമ്മിലുള്ള ആരൊക്കെ തമ്മിലുള്ള ആ ഇൻസെക്റ്റും ഹെമിസ്ഫെറിക്കൽ സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ദ കമ്പോണൻറ്റ് ഓഫ് വെയ്റ്റ്, ദാറ്റ് ഈസ് എം ജി സൈൻ ആൽഫ. കാരണം ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഇവിടെ ആരാക്ട് ചെയ്യുക? ഓരോ പോയിന്റിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഇയാൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സും അയാളുടെ വെയ്റ്റിൻ്റെ ദിസ് കമ്പോണൻറ്റ് എം ജി സൈൻ ആൽഫയും തമ്മിൽ ബാലൻസ് ചെയ്യണം. എപ്പോഴെങ്കിലും ഈ എം ജി സൈൻ ആൽഫയുടെ വാല്യൂ കൂടുതലും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പിന്നീട് പുള്ളിക്കാരുടെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണ്ടീഷൻ ഫോർ സേഫ് ജേർണി ഓഫ് ഇൻസെക്ട് ത്രൂ ദിസ് ഹെമിസ്ഫെറിക്കൽ സർഫസ് ഇസ് നത്തിങ് ബട്ട് ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എം ജി സൈൻ ആൽഫ. ദാറ്റ്സ് എ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ആൽഫയാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ ആൽഫ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സൈൻ ആൽഫയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സൈൻ ആൽഫയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാക്സിമം ഫ്രിക്ഷണൽ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു എന്ത് എഴുതാം? എം ജി സൈൻ ആൽഫ. അപ്പോൾ ഫോർ ഗെറ്റിംഗ് ആൽഫ മാക്സിമം ദ കണ്ടീഷൻ ഈസ് ഹിയർ ഫ്രിക്ഷൻ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ആരാവണം? എം ജി സൈൻ ആൽഫ ആവണം. ഇതാണ് കണ്ടീഷൻ. മാക്സിമം അതുവരെ ആകാം. ഇനി നമ്മൾ ആൽഫയുടെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാലോ എം ജി സൈൻ ആൽഫ കൂടും, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയും, പുള്ളിക്കാരൻ എന്ത് ചെയ്യും? താഴേക്ക് സ്ലിപ്പാവും. ക്ലിയർ? അപ്പോൾ അതാണ് മാക്സിമം വാല്യൂ ഓഫ് ആൽഫയുടെ കണ്ടീഷൻ. ആൻഡ് ഓൾസോ എവരിവെയർ ഈ നോർമൽ റിയാക്ഷൻ എപ്പോഴും ആർക്ക് ഈക്വൽ ആണ്? ആർ ഷുഡ് ബി ഈക്വൽ ടു എം ജി കോസ് ആൽഫ. ദാറ്റ്സ് ടു കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ എഫ് ബൈ ആർ it should be equal to mg cancel ആവും, sin alpha by cos alpha tan alpha. അപ്പോൾ f by r is equal to tan alpha എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും.
ഇനി നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ്. ദാറ്റ് ഇസ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ ടു നോർമൽ റിയാക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു ആരാണ്? എഫ് ബൈ ആർ ആണല്ലേ. മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ബൈ ആർ ആണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ടാൻ ആൽഫ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ. മ്യൂ ടാൻ ആൽഫയാണ്. മ്യൂയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1/3. ദഫോർ ടാൻ ആൽഫയുടെ വാല്യൂ 1/3 ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ടാൻ ആൽഫ 1/3 ഇല്ല. ടാൻ ആൽഫ 3 എന്നാണുള്ള തെറ്റാ. ടാൻ ആൽഫ 1/3 ആണ്. അപ്പം റെസിപ്രോക്കൽ എടുത്താൽ ആരായി? കോട്ട് ആൽഫ. കോട്ട് ആൽഫ അപ്പോൾ ആര് വരും? 3 എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 1/3. യെസ്, കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3. ഹിയർ ഈസ് ദ ആൻസർ. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ ആൻസർ ടാൻ ആൽഫ 1/3 ആണ് അല്ലെങ്കിൽ കോട്ട് ആൽഫ 3 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉള്ളത് കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 വരും. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ. Power supplied to a particle of mass 2 kilogram. Mass is already given. M is equal to 2 kilogram. Varies with time as. Power time അനുസരിച്ചുള്ള വേരിയബിൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് തന്നേക്കണേ. P is equal to ആരാണ്? 3t square by 2 വാട്ടാണ്. അത്രയും വാട്ട്. Here t is in seconds ആണ്. ഈ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് t0 is equal to v0 ആണ്. അപ്പോൾ ഇനീഷ്യലി വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ബോഡീസ് അറ്റ് റെസ്റ്റ് എന്നാണ് കൺസെപ്റ്റ്. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ടൈം t 2 സെക്കൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 സെക്കൻഡിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഓൾറെഡി പവർ നമുക്ക് തന്നിട്ടുണ്ട് ഇൻ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലേ. നമുക്കറിയാം ആക്ച്വലി പവർ dw/dt ആണ്. ആര്? ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ശരിയല്ലേ? dw/dt. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ dw is equal to pdt എന്ന് എഴുതിക്കൂടെ? ആൻഡ് നെറ്റ് വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ pdt അല്ലേ? ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ pdt. ഇവിടെ p ഷുഡ് ബി ദ വേരിയബിൾ തന്നിട്ടുണ്ട്. 3t²/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? എവിടെ മുതൽ എവിടം വരെയുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്? 0 മുതൽ 2 സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 2 ആണ്. ശരിയല്ലേ? പവർ തന്നിട്ടുണ്ട്. എത്ര? 3t²/2 ആണ്. ദാറ്റ് ഈസ് 3t²/2 dt എന്ന് വരും. ഇതാണ് 2 സെക്കൻഡ് കൊണ്ട് ആ ഒരു പവറിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കേസിൽ വരുന്ന വർക്ക് ഡൺ. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 3t³/2/3. 3/2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ t² എന്ന് പറയുമ്പോൾ t³/3 ആണ്. ഫ്രം ദ ലിമിറ്റ് 0 to 2. ദാറ്റ്സ് ഈക്വൽ ടു 3 ക്യാൻസൽ ആവും. ശരിയല്ലേ? t³ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. അപ്പർ ലിമിറ്റ് 2³ ആണ്. 2³ 8 ആണ്. 8/2 4. അപ്പോൾ വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് 4 ജൂൾ. അപ്പോൾ ഇതാണ് ആര്? വർക്ക് ഡൺ. പക്ഷെ നമുക്ക് വേണ്ടത് വർക്ക് ഡൺ അല്ല. നമുക്ക് വേണ്ടത് ആരാണ്? t 2 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും വർക്ക് ഡൺ കിട്ടിയ സ്ഥിതിക്ക് വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ നെറ്റ് വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. Net work done means work done by all the forces. Work done by conservative plus work done by the non-conservative. All the forces should be equal to ആരാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഇവിടെ വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയെ ½ m ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ ആണ്. കാരണം ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mvf² ആണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½ mvi² ആണ്. അപ്പോൾ ½ കോമൺ ആയിട്ട് വെളിയിൽ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് ½ m then vf² minus vi². നമുക്ക് വർക്ക് ഡൺ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 4 ഷുഡ് ബി ഈക്വൽ ടു 1/2 ഇൻറ്റു മാസ്. മാസ് ഓൾറെഡി ഗിവൺ എത്രയാണ്? 2 കിലോഗ്രാം ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു 2 ഇൻറ്റു vf² മൈനസ് ഇനീഷ്യലി t is equal to 0 ആകുമ്പോൾ ബോഡി 0 റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഇനീഷ്യലി 0. 2 ക്യാൻസൽ ആവും അല്ലേ? അപ്പോൾ 4 is equal to ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഷുഡ് ബി ഈക്വൽ ടു √4 ആണ്. 2 m/s. ഹിയർ ഇറ്റ് ഇസ് ആൻസർ. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 m/s വരും അല്ലേ? നമുക്ക് നോക്കിയാൽ യെസ് 2 m/s. ഹിയർ ഇറ്റ് ഇസ് ആൻസർ. 2 m/s വരും. ഇറ്റ്സ് ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ് 9th ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ദ വെലോസിറ്റി ഓഫ് എ ബോഡി revolving a vertical circle of radius smaller at the lowest point is √7gr. The ratio of maximum to minimum tension in the string is good. നമുക്ക് നോക്കാം.
ഹിയർ ഇസ് വെർട്ടിക്കൽ സർക്കിൾ. ഇതാണ് വെർട്ടിക്കൽ സർക്കിൾ. റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് റേഡിയസ്? ഇസ് നത്തിങ് ബട്ട് R ആണ്. അപ്പോൾ ഞാനിവിടെ ഹിയർ ഇറ്റ് ഈസ് ഡയമീറ്റർ കൺസിഡർ ചെയ്യുവാണ്. ഹിയർ ഇറ്റ് ഈസ്, ഇവിടെയാണ് സെൻറ്റർ. ഈ ഡിസ്റ്റൻസ് ആണ് ആര്? R. ഫൈൻ. ഈ ഡിസ്റ്റൻസും R ആണ്. ഡയമീറ്റർ 2R ആയി. കാരണം റേഡിയസ് ആണ് R എന്ന് പറഞ്ഞേക്കണേ. ലോവസ്റ്റ് പോയിന്റ്, ഹിയർ ഐ എം കൺസിഡർ ദ ലോവസ്റ്റ് പോയിന്റ് ആസ് A, the highest point as B is here. Fine. Here is center O. The ratio of maximum to minimum tension. Before that, അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാ? ലോവസ്റ്റ് പോയിന്റ് റൂട്ട് ഓഫ് 7GR ആണ്. നമുക്കറിയാം വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ കൺസെപ്റ്റിൽ ലോവസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 5GR ആണെങ്കിൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 5GR ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ റൂട്ട് ഓഫ് GR വരും. അതാണ് മിനിമം വെലോസിറ്റി കൺസെപ്റ്റ് ടു കംപ്ലീറ്റ് ദ വെർട്ടിക്കൽ സർക്കിൾ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഇവിടുത്തെ വെലോസിറ്റി? ഇവിടുത്തെ വെലോസിറ്റി റൂട്ട് ഓഫ് 7GR ആണ്. 7GR. അപ്പോൾ എന്തായാലും റൂട്ട് ഓഫ് 5GRനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്തായാലും സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ശരിയല്ലേ? അത് ചെക്ക് ചെയ്തു. കാരണം റൂട്ട് ഓഫ് 5GRനേക്കാളും കൂടുതലാണ്, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും മൂവ്മെൻറ്റ്. പക്ഷേ എല്ലാ പോയിന്റിലെത്തുമ്പോൾ ടെൻഷൻ പ്രസൻ്റ് ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇത് റൂട്ട് ഓഫ് 5GR ആണെങ്കിൽ ഇവിടെ റൂട്ട് ഓഫ് GR വരും. ആ സമയത്ത് ഇവിടുത്തെ ടെൻഷൻ നമ്മൾ 0 ആക്കും. കാരണം അവിടെ സ്ലാക്ക് ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് വെച്ച് T0 ആക്കിയിട്ടാണ് സോൾവ് ചെയ്യുന്നത്, മിനിമം വെലോസിറ്റി കൺസെപ്റ്റിൽ. പക്ഷേ ഇവിടെ റൂട്ട് ഓഫ് 7GR ആണെങ്കിൽ എല്ലാ പോയിന്റിലും ആര് കാണും? ടെൻഷൻ കാണും. അപ്പോൾ നമുക്കറിയാം ഇവിടെ പോയിന്റ് ബിയിലുള്ള വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മൂവ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ടെൻഷൻ മാക്സിമം മിനിമം പോയിന്റ് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റിൽ AB ആണ്. എയിലാണ് എപ്പോഴും ടെൻഷൻ മാക്സിമം, ഇവിടെയാണ് എപ്പോഴും ടെൻഷൻ മിനിമം. ഇതൊക്കെ നമ്മൾ വെർട്ടിക്കൽ സർക്കിൾ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. അപ്പം അപ്പർ B എന്നുള്ള പോലെ ടെൻഷൻ മിനിമം ആണ്, T ഇവിടെ മാക്സിമം ആണ്. കാരണം ബിയിലെത്തുമ്പോഴുള്ള ടെൻഷൻ ഫോഴ്സ് ടുവാർഡ്സ് സെൻറ്റർ ആണ്, വെയിറ്റ് ടുവാർഡ്സ് സെൻറ്റർ ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്കാണ്, ഇവിടെ വെയിറ്റ് താഴേക്കാണ്, ടെൻഷൻ മുകളിലേക്കാണ്. ക്ലിയർ? ആ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് മുകളിലേക്ക്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് താഴേക്കാണ്. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം മിനിമം ടെൻഷൻ നമ്മളുടെ റേഷ്യോ കണ്ടെത്തണം. നമുക്ക് ആദ്യം മാക്സിമം നോക്കാം. മാക്സിമം എവിടെയാണ്? എയിലാണല്ലേ. അപ്പോൾ അറ്റ് എ എന്നുള്ള പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള ബോഡിയുടെ മാസ് M ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് mg താഴേക്കാണ്, ടെൻഷൻ മുകളിലേക്കാണ്. ശരിയല്ലേ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സും താഴേക്കാണ്. വെലോസിറ്റി റൂട്ട് ഓഫ് 7GR ആണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും താഴേക്ക് വരും. അങ്ങനെയെങ്കിൽ എയിൽ മാക്സിമം ടെൻഷൻ ആവാനുള്ള കാരണം T മാക്സിമം സീക്വൽ ടു ആർക്കൊക്കെ ഈക്വൽ ആവണം താഴേക്ക് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന വെയിറ്റ് പ്ലസ് അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് താഴേക്കല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓപ്പോസിറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്, mv²/r ആവണം. ഈ V ആരാ? എയിലുള്ള വെലോസിറ്റിയാണ്. അപ്പം താഴെ ടെൻഷൻ എപ്പോഴും മാക്സിമം ആണ്. അത് mgക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വൽ ആവണം. അപ്പോൾ mg പ്ലസ് mva²/r. അവിടെ നമ്മളതിനെ സോൾവ് ചെയ്താൽ T മാക്സിമം ഇസ് ഈക്വൽ ടു mg പ്ലസ് m/r ഇൻറ്റു വി യുടെ സ്ക്വയർ ആണ്. വി എത്രയാണ്? റൂട്ട് ഓഫ് 7GRൻ്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ട് പോയില്ലേ, ബാക്കി 7GR. ഇവിടെ ആറും വെട്ടിക്കളഞ്ഞാൽ 8mg എന്ന് വരും ആൻസർ. ഹിയർ ഇറ്റ് ഈസ്. ഇപ്പോൾ T മാക്സിമം ഇസ് നത്തിങ് ബട്ട് 8mg. സിമിലർലി T മിനിമം എവിടെയാണ്? ടോപ്പിലാണ്. T മിനിമം ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ആരാ? T മിനിമം ഷുഡ് ബി ഈക്വൽ ടു അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്കാണ്, mv²/r മൈനസ് വെയിറ്റ് mg. കാരണം അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് സെൻറ്റർ ആണ്, mg ടുവാർഡ്സ് സെൻറ്റർ താഴേക്കാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ T മിനിമം പ്ലസ് mg ആണ് ആര്? mv²/r. അപ്പോൾ T മിനിമം ഷുഡ് ബി ഈക്വൽ ടു mvv²/r മൈനസ് mg. ഇവിടെ നമ്മൾ vb എന്നുള്ള ക്വാണ്ടിറ്റി അൺനോൺ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? vb എന്നുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എയിലുള്ള വെലോസിറ്റി നമുക്ക് തന്നിട്ട് റൂട്ട് ഓഫ് 7GR ആണ്, അപ്പോൾ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ആണ്. ബിയിലുള്ള വെലോസിറ്റി അറിയില്ല. നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു u² മൈനസ് 2gs. ഇത് ഇക്വേഷൻ ഇത് വെർട്ടിക്കൽ അപ്വേർഡ് മോഷൻ ആണ് അല്ലേ, താഴ്ന്ന് മുകളിലേക്കാണ്. അപ്പം അപ്വേർഡ് മോഷൻ്റെ കേസിൽ കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, കാരണം ആക്സലറേഷൻ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ v² ഇസ് ഈക്വൽ ടു u² മൈനസ് 2gs വരും. ഇപ്പോൾ ഇവിടെ
നമുക്ക് എന്ത് കണ്ടെത്തണം? അവിടെയുള്ള വെലോസിറ്റി കണ്ടെത്തണം. ശരിയല്ലേ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gs എന്നാണ് ഇക്വേഷൻ. ആക്ച്വലി ഫൈനൽ വെലോസിറ്റിയാണ് വി ബി. അപ്പോൾ വി ബി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഇവിടെ 7gr ആണ്, 7gr അതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ജി 10. അല്ലെങ്കിൽ ജി തന്നെ എഴുതിയാൽ മതി, കാരണം ആൻസറും ജീൻ്റെ ടേമിലാണ്. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് ജി ഇൻറ്റു എസ്. എസ് ആരാ? ഡയമീറ്റർ ആണ്, ഇൻറ്റു 2r. ഹിയർ ഇറ്റ് ഈസ്. ദാറ്റ് ഈസ് വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 7gr മൈനസ് 4gr വരും. ദസ് ഈക്വൽ ടു 3gr. വി ബി സ്ക്വയറിൻ്റെ വാല്യൂ 3gr ആണല്ലേ? 3gr. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ടി മിനിമത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം വി ബി സ്ക്വയർ 3gr ബൈ ആർ ഇസ് ഈക്വൽ മൈനസ് എം ജി. ആറും വെട്ടിപ്പോയാൽ 3mg മൈനസ് എം ജി 2mg വരും. ഇതാണ് മിനിമം ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോ ആണ് ആവശ്യം. ദാറ്റ് ഇസ് ടി മാക്സിമം ബൈ ടി മിനിമം. ടി മാക്സിമം ബൈ ടി മിനിമം ആരാണ്? 8mg ഡിവൈഡഡ് ബൈ 2mg അല്ലേ? ദസ് ഈക്വൽ ടു 4 വരും ആൻസർ. അപ്പോൾ റേഷ്യോ ഓഫ് ടി മാക്സിമം ടു ടി മിനിമം ഈസ് നത്തിങ് ബട്ട് 4 ആണ്. യെസ്, ആൻസർ ഈസ് ഹിയർ 4:1. ക്ലിയർ? അപ്പോൾ ഓർക്കേണ്ട കാര്യം, വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ ടി മാക്സിമം എപ്പോഴും ലോവസ്റ്റ് പോയിന്റിലും ടി മിനിമം എപ്പോഴും ഹയസ്റ്റ് പോയിന്റിലുമാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഡിഫറൻസ് എടുത്തിട്ടും സോൾവ് ചെയ്യാം. ടി മാക്സിമം മൈനസ് ടി മിനിമം 6mg. ദാറ്റ്സ് എ കൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ. എ പെൻഡുലം ഹാസ് ടൈം പീരിയഡ് ടി ഫോർ സ്മോൾ ഓസിലേഷൻസ്. An obstacle is placed directly beneath the pivot so that only the lowest 1/4 of the string can follow the pendulum bob when it swings in the left of its resting position as shown in the figure. The pendulum is released from rest at a certain point A. The time taken by it to return to that point. A എന്ന് പോയിട്ട് ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് പ്രത്യേകത എന്നാ? എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിലെത്തുമ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ആണ്. അതിനുശേഷം ഇവിടെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട്, ഈ പോയിൻ്റ് സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ബോബ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. എങ്കിൽ വീണ്ടും മൂവ് ചെയ്തിട്ട് തിരിച്ച് എവിടേക്ക് തന്നെ വരണം? എയിലേക്ക് തന്നെ വരാൻ ആവശ്യമായ ടൈം ടേക്കൺ ആണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ലെങ്ത്ത് L ആണ്. ഇതാണ് റെസ്റ്റിംഗ് പൊസിഷൻ. ഇത് L ആണ്. ഈ ലെങ്ത്ത് 3L/4 ആണ്. അപ്പോൾ ബാക്കി ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ആരായിരിക്കും? ടോട്ടൽ ലെങ്ത്ത് L മൈനസ് 3L/4 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു L/4. അപ്പോൾ ഈ ലെങ്ത്ത് L/4 ആണ്. അപ്പോൾ എയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പെൻഡുലം ബിയിലെത്തിയിട്ട് പിക്ക് ശേഷം മൂവ് ചെയ്യുന്നത് L/4 ലെങ്ത്ത് ഓഫ് ദ പെൻഡുലം റിമെയിൻ ചെയ്തുകൊണ്ടാണ്. അതായത് സെൻറ്റർ ഓഫ് ദിസ് പെൻഡുലം ഇതായിട്ട് ആക്ട് ചെയ്യും. എങ്കിൽ തിരിച്ചെത്താൻ ആവശ്യമായ ടൈമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ഈ ലാർജ് പെൻഡുലത്തിൻ്റെ കൺസെപ്റ്റിലാണെങ്കിൽ, ലാർജ് പെൻഡുലത്തിൻ്റെ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് L. ടോട്ടൽ ലെങ്ത് L ആണ്. അത് പർട്ടിക്കുലർ കേസ് എന്ന് മൂവ് ചെയ്തിട്ട് തിരിച്ചെത്താൻ ആവശ്യമായ ടൈം ലെറ്റ് ടി ആണെന്ന് വിചാരിക്കുക. പറഞ്ഞിട്ടുണ്ട് ഹാസ് എ ടൈം പീരിയഡ് ടി ഫോർ സ്മോൾ ഓസിലേഷൻസ്. അപ്പോൾ ഈ ഒരു എ എന്നുള്ള പെൻഡുലം ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻസ്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് തിരിച്ചെത്താൻ ആവശ്യമായ ടൈം ഇൻ്റർവെല്ലാണ് ആര്? ടി. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇത് ആക്ച്വലി ഈ ബി എന്നുള്ള പോയിന്റ് വരെ മൂവ് ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ല. കാരണം അവിടെ അതിനുശേഷം മൂവ് ചെയ്യുന്നത് ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ എ ഇവിടെ വന്നു, പിന്നെ അടുത്ത ഓസിലേഷനാണ് തിരിച്ച് വരുന്നത് വരെ. പിന്നീട് തിരിച്ച് വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ ടൈം പീരീഡ് തന്നെ ആക്ച്വലി വരും. അങ്ങനെയെങ്കിൽ ഇത് മൊത്തം ടി ആണെങ്കിൽ എ മുതൽ ബി വരെ ആരാ? T/4. ബി മുതൽ തിരിച്ച് എ വരെ ആരാ? T/4. അതായത് എ മുതൽ ബി വരെ ടോട്ടൽ ടൈം പീരീഡാണ് ആര്? ടി. അപ്പോൾ എ മുതൽ ബി വരെ T/4, ബി ടു സി T/4, തിരിച്ച് T/4, തിരിച്ചൊരു T/4. അതല്ലേ മൊത്തം ടി ആയിട്ട് ആക്ട് ചെയ്തത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വന്ന് പിന്നീട് ബി ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ് മൂവ്മെൻറ്റ്. നമുക്ക് രണ്ടാമത് കാണാം. തിരിച്ച് ഇവിടം വരെ അത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ്. പക്ഷേ തിരിച്ച് വരുമ്പം ടൈം പീരീഡ് ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ എ നിന്ന് ബിയിലേക്കും തിരിച്ച് വരുന്ന വഴിയിൽ തിരിച്ച് ബി നിന്ന് എയിലേക്കുള്ളത് ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിനാവശ്യമായ ടൈം പീരീഡ് ടോട്ടൽ ടി ആണെങ്കിൽ T/2 എന്ന് വരും. ശരിയല്ലേ പറഞ്ഞത്? കാരണം ഒന്ന് T/4 ആണ്, തിരിച്ച് പോകുമ്പോൾ T/4 ആണ്. 2 times T/4 എന്ന് പറയുമ്പോൾ എ നിന്ന് ബിയിലേക്ക് തിരിച്ച് ബി നിന്ന് എയിലേക്കുള്ളത് T/2 ആയിട്ട് വരും. ഇതാണ് ആ ഒരു ടൈം പീരീഡ് ലാർജ് പെൻഡുലത്തിൻ്റെ കേസിൽ. നമുക്കിനി സ്മോൾ പെൻഡുലത്തിൻ്റെ കേസ് നോക്കാം.
L/4 ലെങ്ത് ആക്കി വെച്ചുകൊണ്ടുള്ള പെൻഡുലം. L/4 ലെങ്ത് ആക്കി വെച്ചുകൊണ്ടുള്ള പെൻഡുലം ആണെങ്കിൽ ടോട്ടൽ ഇനീഷ്യലി നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π√L/g ആണ്. സെക്കൻഡ്, ഇത് സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് T' is equal to 2π√L/4g ആണ്. കാരണം ലെങ്ത് അവിടെ L/4 ആയി. അങ്ങനെയെങ്കിൽ നമുക്കതിനെ T/2 എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് നമുക്ക് 2π√L/g എന്ന് എഴുതിയിട്ട് ഈ √1/4 ഞാൻ വെളിയിലെടുത്താൽ /2 വരും. √π√L/g T/2 വരും. അപ്പം ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടുള്ള സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇത് സെൻറ്ററാക്കി വെച്ചുകൊണ്ടുള്ള ഈ ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ പകുതിയാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ഇവിടെ വരെ വരാൻ ഇത് /4 ടൈംസ് വരും. കാരണം ഇത് ടോട്ടലി T ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് വരാൻ ടോട്ടൽ ടൈം പീരീഡിൻ്റെ 1/4 പാർട്ടാണ്. ശരിയല്ലേ? അതുപോലെ ഇതിൻ്റെ ടൈം പീരീഡ് T/2 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് വരാൻ T/2ൻ്റെ 1/4 പാർട്ട് വരും. ശരിയല്ലേ? അപ്പം ഇവിടെ സ്മോൾ പെൻഡുലം ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഇതാണ് സ്മോൾ പെൻഡുലം. ഇവിടെ ബിയിലാണ് സ്മോൾ പെൻഡുലം ഉള്ളത്. ലെങ്ത്ത് L/4 ആണ്. അത് ഈ ഒരു പൊസിഷൻ വരെ ഞാൻ D എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് D വരെ വരാൻ ആവശ്യമായ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് T/2 ആണ്. അതിൻ്റെ 1/4 ആണ്. അപ്പോൾ T/8 വരും. തിരിച്ച് D നിന്ന് ബിയിലേക്ക് വരാനും T/8 അല്ലേ? അപ്പോൾ B നിന്ന് Dയിലേക്കും D നിന്ന് ബിയിലേക്കും വരാൻ ഇതിൻ്റെ 2 ടൈംസ് പോരെ. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? T/4. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഈ സെൻറ്ററാക്കി വെച്ചിട്ടുള്ള പെൻഡുലത്തിൻ്റെ ബിയിൽ നിന്ന് ഇവിടേക്ക് തിരിച്ച് ഇവിടേക്കും വരാൻ ആവശ്യമായ ടൈം T/4 ആണ്. എ നിന്ന് ബിയിലേക്കും ബി നിന്ന് എയിലേക്കും ഇത് സെൻറ്ററാക്കി വെച്ചുള്ള പെൻഡുലത്തിൻ്റെ T/2 ആണ്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു T/2 പ്ലസ് T/4. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? 4 കോമൺ ആക്കുക. അപ്പോൾ 2T പ്ലസ് T 3T. ശരിയല്ലേ? അപ്പോൾ 3T/4 വരും. ക്ലിയർ? ദഫോ ഹിയർ ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ 14th. A cyclic process ABCA is shown in PT diagram. പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം ആണ്. റെപ്രസെൻറ്റഡ് ഓൺ PV ഇറ്റ് വുഡ് ബി. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വോളിയം ഗ്രാഫ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. സിമ്പിളാണ്, പെട്ടെന്ന് നോക്കാം. ഇവിടെ ABC എന്നുള്ള സൈക്കിൾ പ്രോസസ്സാണ്. പ്രഷർ ടെമ്പറേച്ചറാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV ആണ്. നമുക്ക് എന്ത് ചെയ്യാം? A to B പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്. A to B പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രാഫുകളിലും A നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ പ്രഷർ ഷുഡ് ബി കോൺസ്റ്റൻ്റ് ആവണം. A to B പ്രഷർ കോൺസ്റ്റൻറ്റ്, A to B പ്രഷർ കോൺസ്റ്റൻറ്റ്, A to B പ്രഷർ കോൺസ്റ്റൻറ്റ്, A to B പ്രഷർ കോൺസ്റ്റൻറ്റ്. ഒക്കെ എല്ലാത്തിലും പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കാം. B to C ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. B to C ടെമ്പറേച്ചർ ഐസോതെർമൽ പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോതെർമൽ കർവ് അല്ലേ? ഐസോതെർമൽ കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഹിയർ ഇറ്റ് ഈസ്. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ PV is equal to കോൺസ്റ്റൻ്റ് ആണ്. P പ്രൊപ്പോർഷണൽ ടു 1/V ഗ്രാഫ് വരും. ദാറ്റ്സ് ഇറ്റ്. കർവ് വരും. അപ്പോൾ എന്തായാലും ഇത് വരില്ല, ഇത് സ്ട്രൈറ്റ് ലൈൻ, ഇതും വരില്ല. ദെൻ ഇത് രണ്ടും അതിൽ ഐസോതെർമലിൻ്റെ കർവ് എങ്ങനെയാണ്? ഹിയർ ഇറ്റ് ഈസ് അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഇതും തെറ്റാണ്. കാരണം ഐസോതെർമലിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ഫൈൻ. C to A. ഇവിടെ C to A എന്ന് പറയുന്നത് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. P പ്രൊപ്പോർഷണൽ ടു T ആണ്. P പ്രൊപ്പോർഷണൽ T ആണ്. വോളിയം ആരാവണം? കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ C to A നോക്കുമ്പോൾ ഒറിജിനിൽ ഗ്രാഫാണ്. P പ്രൊപ്പോർഷണൽ T പറയാം. P പ്രൊപ്പോർഷണൽ T ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ C to A യെസ് വോളിയം കോൺസ്റ്റൻറ്റ്. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. തേർഡ് വൺ. ഓക്കെ, നെക്സ്റ്റ്. The temperature of a body is increased from 127 degrees Celsius to 227 degrees Celsius. The radiation emitted by it increases by the factor of. അപ്പോൾ റേഡിയേഷൻ ഇൻക്രീസസ് പറയുന്നുള്ളൂ. രണ്ട് സമയത്തും ബോഡി സെയിമാണ്. ബോഡി സെയിം ആണെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ സെയിം ആണ്. അപ്പോൾ നമുക്ക് സ്റ്റിഫാൻസ് ലോ എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ ടൈം എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ സ്റ്റിഫാൻസ് ലോ പ്രകാരം E പ്രൊപ്പോർഷണൽ ടു T⁴ ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ 4th പവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. രണ്ട് കേസിൽ ഒരേ ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഏരിയയ്ക്ക് വ്യത്യാസമില്ല, ഒരേ ടൈമിലുള്ള കൺസെപ്റ്റാണ്. സ്റ്റിഫാൻസ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം സിഗ്മ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കേസ് നമുക്ക് E1 പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് ടെമ്പറേച്ചർ 127 degrees Celsius. T ഷുഡ് ബി ഇൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ T1 നമുക്ക് എന്ത് പറയാം? 127 degrees Celsius എന്ന് പറയുമ്പോൾ 400 Kelvin. 400 Kelvin. ശരിയല്ലേ? സെക്കൻഡ് T2 എന്നുള്ള ടെമ്പറേച്ചർ 227 degrees Celsius എന്ന് പറയുമ്പോൾ 500 Kelvin. ക്ലിയർ?
the radiation emitted by it increases by the factor of. അപ്പോൾ E1 proportional to നമുക്ക് എന്ത് പറയാം 400 raised to 4 എന്ന് പറയാം. Similarly E2 proportional to 500 raised to 4 എന്ന് പറയാം. Increases by the factor of ആണ്. Therefore E2 by E1 should be equal to 500 raised to 4 divided by 400 raised to 4 ആണ്. That's equal to 5 by 4 the whole raised to 4 വരും. That's it. That's increasing factor. 5 raised to 4, 25 into 25, 625 by 4 raised to 4, 256. Here is the answer. Is clear? Next one. Yes? A small candle, 2.5 centimeter in size, is placed at 27 centimeter in front of a concave mirror of radius of curvature 36. Concave mirror. Here it is. Principal axis. Radius of curvature R is equal to 36 centimeter. That means focal length is equal to R by 2 അല്ലേ? That's equal to 18 centimeter ആണ് focal length വരിക. അതൊക്കെ നമ്മൾ പഠിച്ചാണ്. Focal length of a curved spherical mirror is equal to R by 2. എവിടെയാണ് candle place ചെയ്യണേ? Candle is here. Candle is placed. The length 2.5 centimeter. അതാണ് ആര് height of the object. And 27 centimeter is the object distance from this mirror, 27 centimeter. At what distance from the mirror should a screen be placed in order to obtain the sharp image? നമുക്ക് എവിടെ ഇമേജ് കിട്ടുന്നതാണ്. What are the nature and size of the image? അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം മിറർ ഇക്വേഷൻ എന്താ 1/v plus 1/u is equal to 1/f. നമുക്ക് സോൾവ് ചെയ്തിട്ട് മിററിൻ്റെ ഇമേജ് എവിടെ കിട്ടുന്നു സോൾവ് ചെയ്താൽ v is nothing but ആരാണ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 1/v plus 1/u. u ആരാണ് 27 ആണ്. 27 ഒപ്റ്റിക് സെൻറ്റർ ശരിയല്ലേ. അതായത് പ്രിൻസിപ്പിൾ ഇങ്ങോട്ടാണ് ഡിസ്റ്റൻസ് എടുക്കണേ, ഇങ്ങോട്ടാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണേ. ദഫോ നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ -27 ഷുഡ് ബി ഈക്വൽ ടു 1 ബൈ ഫോക്കൽ ലെങ്ത് എത്രയാണ് 18 ആണ്. പക്ഷേ കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അപ്പോൾ -18 ശരിയല്ലേ. ദാറ്റ് ഈസ് 1/v is equal to -1/18 plus 1/27 ശരിയല്ലേ. നമുക്കിതിൽ സോൾവ് ചെയ്താൽ 1/v is equal to ആരെ കോമൺ ആക്കാൻ വേണ്ടി പറ്റും 27 54 കോമൺ ആക്കാം അല്ലേ. 54 കോമൺ ആക്കിയാൽ ഇത് 54 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3 പ്ലസ് ഇവിടെ 2 വരും. ദാറ്റ് ഈസ് v is equal to 54 by -1 ആണല്ലേ. -1 ദാറ്റ്സ് ഈക്വൽ ടു -54 സെൻറ്റിമീറ്റർ വരും ആൻസർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 27 ആണ്. ഇമേജ് ഡിസ്റ്റൻസ് -54 എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മൈനസ് സൈൻ ആണ്. മൈനസ് ഇൻഡിക്കേറ്റ്സ് റിയൽ ഇമേജ് ആണ്. ഇങ്ങോട്ടായിരിക്കണം മെഷർമെൻറ്റ്. ദഫോ ദിസ് -n ഇൻഡിക്കേറ്റ്സ് റിയൽ ഇമേജ്. റിയൽ ഇമേജ് ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കിട്ടിയത്. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അപ്പോൾ തന്നെ ആൻസർ നമുക്ക് ഏകദേശം ഏതാണെന്ന് മനസ്സിലാവും. കാരണം 54 സെൻറ്റിമീറ്റർ ഇറക്റ്റഡ് മാഗ്നിഫൈഡ് 5 സെൻറ്റിമീറ്റർ റിയൽ ഇമേജ് ആണ്. നമുക്കറിയാം റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ എപ്പോഴാരാണ് ഇൻവേർട്ടഡ് ആണ്. ഇതൊക്കെ നമ്മൾ ജനറലി പഠിച്ചു വെക്കുന്ന കൺസെപ്റ്റുകളാണ്. റിയൽ ഇമേജ് ഈസ് ഓൾവേസ് ഇൻവേർട്ടഡ്. അപ്പോൾ എന്തായാലും 50 സെൻറ്റിമീറ്റർ ഇറക്റ്റഡ് ഒന്നും വരത്തില്ല. 50 സെൻറ്റിമീറ്റർ റിയൽ ഇൻവേർട്ടഡ് അപ്പോൾ ഇത് വരാം പോസിബിലിറ്റി. ഫൈൻ. 5 സെൻറ്റിമീറ്റർ അല്ല 30 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 54 സെൻറ്റിമീറ്റർ റിയൽ ഇൻവേർട്ടഡ്. ഇനി മാഗ്നിഫൈഡ് ആണ് 5 സെൻറ്റിമീറ്റർ ആണ് സൈസ് ഓഫ് ദ ഇമേജ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം ആക്ച്വലി ഇവിടെ ഇല്ല. പക്ഷേ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്കറിയാം m is equal to മാഗ്നിഫൈഡ്. m is equal to ആരാണ് hi/h0 ആണ്. That's equal to -v/u. ഇതൊക്കെ നമ്മൾ പഠിച്ച കേസാണ്. That's equal to മാഗ്നിഫിക്കേഷൻ is equal to v. എത്രയാണ് കിട്ടിയത് 54 മൈനസ് ഓഫ് -54 ഡിവൈഡഡ് ബൈ -u27. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ് മാഗ്നിഫിക്കേഷൻ 2 വരും. -2. ദാറ്റ്സ് ഇറ്റ്. -2 ഇൻഡിക്കേറ്റ്സ് ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ്. അപ്പോൾ -2.
അപ്പോൾ HI/H0 എന്ന് പറയുന്നതാണ് ആര്? -2. അപ്പോൾ HI എന്ന് പറയുന്നത് -2 ഇൻറ്റു H0 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2.5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -5 കിട്ടി. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായാലും മാഗ്നിഫൈഡ് ആണ്, മാഗ്നിഫൈഡ് ഡബിൾ ആകുന്നു എന്നാണ്. അപ്പോൾ 2.5 ഉള്ളത് ആരായിട്ട് മാറും? 5 ആയിട്ട് മാറുന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഈ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തായാലും ആൻസർ സെക്കൻഡ് വൺ വരും. ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ? നെക്സ്റ്റ് വൺ is if a potential of 60 volt is supplied between A and B, then 60 വോൾട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതേതാണ് ശരിയെന്നാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രം നോക്കിയാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഹിയർ ആരുണ്ട്? ഒരു 4 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട് ഇവിടെ. പിന്നെ കാണുന്നത് എ ആണല്ലേ. പിന്നെ കാണുന്നൊരു പോയിൻ്റ് ജംഗ്ഷൻ ഡി ആണ്. ഡി ടു ബി, ഇപ്പോൾ ഇവിടെ നമുക്ക് ബി കൊടുത്താൽ ഡിന്ന് ബിയിലേക്ക് ഇവിടെ ഒരു 5 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്. ഫൈൻ, 5 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ ഡിന്ന് സിയും ബിയും കോമൺ ആണ്, കണ്ടോ ഇവിടെ കോമൺ പോയിൻ്റ് ആണ്. അപ്പോൾ എങ്കിൽ ആ 7 ഫാരഡ് കപ്പാസിറ്ററിനെയും നമുക്ക് എക്കും ബിക്ക് അക്രോസ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 7 ഫാരഡ് ആണ്. പിന്നെ 3 ഫാരഡ് എന്ന് പറയുന്നത് ബി തന്നെയാണ് സി എന്നുള്ള പോയിൻറ്റും. അപ്പോൾ ഇവിടെ എയിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു 3 ഫാരഡ് ഉണ്ട്. അതിൻ്റെ കണക്ഷൻ ഇവിടേക്കാണ്. ഫൈൻ, ശരിയല്ലേ? ഇവിടെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 60 വോൾട്ടാണ്. എയിൽ 60 വോൾട്ട്, ഹിയർ ഇറ്റ് 60 വോൾട്ട് ആൻഡ് ബി ഇവിടെ ഇട്ട് 0 വോൾട്ട് എന്ന് കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് വി ഡി, ഡിയിലുള്ള പൊട്ടൻഷ്യൽ ചാർജ് ഓൺ 5 ഫാരഡ് 7 ഫാരഡും കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 0, ഇത് ഡി, ഇത് എ, ഇത് 60 വോൾട്ട്, ഇത് 4 ഫാരഡ്. ഇത് രണ്ടും നോക്കുമ്പോൾ ഈ 5Fഉം ഈ 7Fഉം ആരാണ്? ആക്ച്വലി പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അത് പാരലാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 12 ഫാരഡ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 12 ഫാരഡാണ്. 12 ഫാരഡ് വരും. 12 ഫാരഡ് ആണെങ്കിൽ നമുക്കിവിടെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. സീരീസാണ്. ഈ 4Fഉം ഇവ തമ്മിൽ കിട്ടുന്ന 12Fഉം തമ്മിൽ സീരീസാണ്. സീരീസിൻ്റെ പ്രത്യേകത ചാർജ് സ്റ്റോർഡ് സെയിം ആണ്. അപ്പോൾ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ VAD പൊട്ടൻഷ്യൽ ഡിവൈഡിങ് റൂൾ വെച്ചിട്ട് VAD കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ VAD? VAD is equal to total drop 60 ഇൻറ്റു ഓപ്പോസിറ്റിലുള്ള കപ്പാസിറ്ററാണ് ഇവിടെ എത്ര? 12 ഡിവൈഡഡ് ബൈ സം 4 + 12 16 വരും. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്താൽ 6, 8, 3, 4, 60/4 എത്രയാണ്? 15 വരും അല്ലേ. 15 × 3 45. അപ്പോൾ ഒന്നാമത്തെ 45 വോൾട്ട് വരും VAD. എക്കും ഡിക്കും അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 45 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 60 - 15 വോൾട്ട് അല്ലേ 45. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 45 ആണെങ്കിൽ ഇത് 60 ആണ്. ഇത് 45 ഡ്രോപ്പ് കിട്ടണമെങ്കിൽ ഈ ഡിയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാവണം? 15 വോൾട്ട് ആവണം. എങ്കിലേ 60 - 15 45 ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ഡിയിലുള്ള പൊട്ടൻഷ്യൽ 15 വോൾട്ട് ആണ്. ഇനി ഡിയിലുള്ള പൊട്ടൻഷ്യൽ 15 വോൾട്ട് ആണെങ്കിൽ ഈ 5 ഫാരഡിൻ്റെ ഒരെൻഡ് 15 വോൾട്ടിനും മറ്റേ എൻ്റെ 0 വോൾട്ടിനുമാണ്. അപ്പോൾ 5 ഫാരഡിൻ്റെ ഡ്രോപ്പ് 15 വോൾട്ടാണ്. ശരിയല്ലേ? ആ 15 × 5 അല്ലേ അതിൻ്റെ ചാർജ്. 15 × 5 എത്രയാണ്? 75. അപ്പോൾ അതിൻ്റെ ചാർജ് 75 കുളമ്പാണ്. അതും ശരിയാണ്. ഇനി 7 ഫാരഡിൻ്റെ കേസ്. 7 ഫാരഡിൻ്റെ ഒരെൻ്റെ 15ലാണ്, മറ്റേ 0ലാണ്. ഡ്രോപ്പ് എത്രയാണ്? 15 ആണ്. 15 × 7 105. അപ്പോൾ അതിൻ്റെ ചാർജ് 105 എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദീസ് കറക്റ്റാണ്. അപ്പോൾ അവിടെ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ആരാവും? കറക്റ്റാണ്. ഇറ്റ്സ് ക്ലിയർ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. 2 resistances R1 and R2 provides series to parallel equivalence whose ratio is n/1. Then the correct relationship. നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. സീരീസ് ടു പാരലൽ ആണ്. ഇപ്പോൾ സീരീസിൽ നമുക്കറിയാം RS = ആരാണ്? R1 + R2 ആണ്. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ RP ആരാണ്? R1 R2/R1 + R2 ആണ്. ഇതിൻ്റെ കറക്റ്റ് റിലേഷൻഷിപ്പ് ചോദ്യം എന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. റേഷ്യോ അല്ലേ, സീരീസ് ടു പാരലൽ ആണല്ലേ. അപ്പോൾ RS/RP = R1 + R2 ഡിവൈഡഡ് ബൈ R1 R2 ബൈ ഇൻറ്റു സ്ക്വയർ ഇട്ടാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? n/1 ആണ്. നമുക്ക് സോൾവ് ചെയ്തിട്ട് ഏത് റിലേഷനാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോൾവ് ചെയ്താൽ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ R1 + R2 ഡിവൈഡഡ് ബൈ
റൂട്ട് ഓഫ് R1 R2 is equal to റൂട്ട് n എന്ന് എഴുതാം. ഈ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ ബാക്കി റൂട്ട് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും സോൾവ് ചെയ്താൽ ഈ R1 R2 സെപ്പറേറ്റ് ചെയ്താൽ R1 ബൈ റൂട്ട് R1 R2 പ്ലസ് R2 ബൈ റൂട്ട് R1 R2 is equal to റൂട്ട് n. ശരിയല്ലേ? ഇത് നമുക്ക് R1 അകത്തേക്ക് എടുത്താൽ റൂട്ട് ഓഫ് R1 സ്ക്വയർ ബൈ R1 R2 പ്ലസ് റൂട്ട് ഓഫ് R2 അകത്തേക്ക് എടുത്താൽ R2 സ്ക്വയർ ബൈ R1 R2 ഇസ് ഈക്വൽ ടു റൂട്ട് n വരും. ഇവിടെ ഒരു R1 ക്യാൻസൽ ആവും, ഇവിടെ R2 ക്യാൻസൽ ആവും. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? റൂട്ട് ഓഫ് R1 ബൈ R2 പ്ലസ് റൂട്ട് ഓഫ് R2 ബൈ R1 ഇസ് ഈക്വൽ ടു റൂട്ട് n എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് നോക്കാം. റൂട്ട് ഓഫ് R1 R2 എന്ന് പറയുമ്പോൾ R1 ബൈ R2 റേസ്റ്റ് 1/2 R1 R2 റേസ്റ്റ് 1/2 യെസ് പ്ലസ് R2 ബൈ R1 റേസ്റ്റ് 1/2 ഇസ് ഈക്വൽ ടു n റേസ്റ്റ് 1/2. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ആൻസർ വരിക. റൂട്ട് ഓഫ് R1 R2 പ്ലസ് റൂട്ട് ഓഫ് R2 ബൈ R1 ഇസ് ഈക്വൽ ടു റൂട്ട് n വരും. ഇറ്റ്സ് ക്ലിയർ? ഓക്കെ ഫൈൻ. എ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ മൂവിങ് ടുവാർഡ്സ് റൈറ്റ് horizontally with an acceleration a naught is equal to g. The length of the plane AC is equal to 1 meter. AC 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Friction is absent everywhere. Then time taken by the block to reach from C to A is. അപ്പോൾ ഇയാൾ സിസ്റ്റം ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് അപ്പോ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ സിയിൽ നിന്ന് എയിലേക്ക് എത്താൻ ആവശ്യമായ ടൈമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫ്രീ ബോർഡ് ഡയഗ്രം വരച്ചാൽ ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ മോഷനാണ് സിയിൽ നിന്ന് എയിലേക്ക്. ഹിയർ ഇറ്റ് ഈസ്. നമുക്കറിയാം ഇതിൻ്റെ മാസ് m ആണെങ്കിൽ നമ്മൾ ഫ്രീ ബോർഡ് ഡയഗ്രാം വരച്ചാൽ വെയിറ്റ് താഴേക്കാണ്. ആരാ? mg. ഈ ഒരു ആംഗിൾ അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ എന്തായാലും ഹിയർ ഇറ്റ് ഈസ് mg cos 30 ആക്ട് ചെയ്യും. ശരിയല്ലേ? ഡൗൺവേർഡ് mg sin 30 ഡിഗ്രി ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷേ ഈ സിസ്റ്റം വെഡ്ജ് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ g ആണെങ്കിൽ നമുക്ക് ബോഡിക്ക് ഒരു സ്യൂഡോ ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് കൊടുത്താൽ ഇങ്ങോട്ട് ആര് വരും? സ്യൂഡോ ഫോഴ്സ് വരും. സ്യൂഡോ ഫോഴ്സ് ആരാ? m a naught ആണ്. ദാറ്റ്സ് ഈക്വൽ ടു mg കാരണം a naught is equal to g ആണ്. ഇത് സ്യൂഡോ ഫോഴ്സ് ആണ്. സ്യൂഡോ ഫോഴ്സ് ഫൈൻ. ഇനി സ്യൂഡോ ഫോഴ്സിന് ഞാൻ കമ്പൗണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് 30 ആണെങ്കിൽ നമുക്കറിയാം ഇത് 30 ആണ്. ശരിയല്ലേ? അപ്പോൾ 90 ഇത് 30 ഇത് 90 മൈനസ് 30 അപ്പോൾ ഇത് അഗെയിൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങോട്ട് അതിൻ്റെ കമ്പോണൻറ്റ് mg cos 30 വരും. ശരിയല്ലേ? ആൻഡ് ഡൗൺവേർഡ് ഇങ്ങോട്ട് ആര് വരും? mg sin 30 വരും. ഹിയർ ഇസ്. പക്ഷേ ഫ്രിക്ഷൻ ഇല്ല. ബോഡി അപ്പോ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ആക്സലറേഷൻ കണ്ടെത്തണം. ബോഡി മൂവ് ചെയ്യുന്ന അപ്പോ ഡയറക്ഷനാണ്. ഇൻ ദിസ് ഡയറക്ഷൻ അപ്പോവേർഡാണ്. നമുക്ക് ആക്സലറേഷൻ എ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ എം എ ഫോഴ്സ് എം എ ഈസ് ഈക്വൽ ടു ആരാണ്? ഓൾറെഡി അങ്ങോട്ടുള്ളത് mg cos 30 മൈനസ് ഡൗൺവേർഡ് mg sin 30 ആണ്. എമ്മു ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ ആക്സലറേഷൻ കണ്ടെത്തിയാൽ എ ഈസ് ഈക്വൽ ടു ആരാണ്? g ഇൻറ്റു cos 30 മൈനസ് sin 30 ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും ആൻസർ? g ഇൻറ്റു റൂട്ട് 3/2 മൈനസ് 1/2 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാ? 10 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1/2 ദാറ്റ്സ് ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 എന്ന് വരും. അത് ആക്ച്വലി 3.66 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ വരും. ഇതാണ് ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. ഇപ്പോൾ ഫ്രീ ബോർഡ് ഡയഗ്രം ഓർത്തിട്ട്
മുകളിലേക്കാണ് മൂവ്മെൻ്റ് എങ്കിൽ എം ജി കോസ് 30 ആണ് കൂടുതൽ, അത് മൈനസ് എം ജി സൈൻ 30 ഷുഡ് ബി ഈക്വൽ ടു എം എ. സോൾവ് ചെയ്ത് ആക്സലറേഷൻ കിട്ടി. ഇനി അപ്വേർഡ് മോഷൻ ആണ്, ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള കൈനമാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു യു ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് ഹാഫ് ഇൻറ്റു 3.66 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. നമുക്ക് സോൾവ് ചെയ്ത് ടി സ്ക്വയർ കാണണം, ശരിയല്ലേ? ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3.66. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് വരും? ടൈം വരും. ടൈം 0.74 സെക്കൻഡ്. സോൾവ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത പെർസെൻറ്റേജ് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ക്ലിയർ? ഓക്കെ, താങ്ക് യു. ഹായ് എവരി വൺ. എക്സാം കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മിക്കവാറൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയത് പറ്റാത്തതെന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട് എന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചെറിയ ഹെൽപ്പ് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ വിൽ ബി. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആദ്യം ബെൻസീനുണ്ട്, ദെൻ പ്രൊപ്പീനുണ്ട്, റിയാക്ട് ചെയ്യണം. എന്തായിരിക്കും റിയാക്ഷൻ? ഓർഗാനിക് റിയാക്ഷനാണ്. നമുക്ക് ഓരോന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ കാര്യം മനസ്സിലാവുള്ളൂ. നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. റിയാക്ഷൻ എഴുതി നോക്കാം. ബെൻസീൻ റിയാക്ട് ചെയ്യണു പ്രൊപ്പീനുമായിട്ട്. CH3CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീനുമായിട്ട് റിയാക്ട് ചെയ്യണു. H+ പ്രസൻസിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും കിട്ടുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും കിട്ടുക. കോമ്പൗണ്ട് CH3 ഇവിടെ H+ ആഡ് ചെയ്യും, E+ ഇവിടെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതായിരിക്കും കിട്ടുന്ന കോമ്പൗണ്ട്. വീണ്ടും എയർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് താഴേക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും കിട്ടുക? അതിൽ പെറോക്സോ ബോണ്ട് ഫോം ചെയ്യും. CH3 ഇവിടെയുള്ള Hൻ്റെ ഇടയിലേക്ക് ഒരു പെറോക്സോ ബോണ്ട് ഫോം ചെയ്യും. ഇനി വീണ്ടും അടുത്തത് H+ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യണു? ഹീറ്റ് ചെയ്യണു. അപ്പോൾ ഇത് 2 കോമ്പൗണ്ടായിട്ട് മാറും. എന്തായിട്ടാണ് മാറുക നോക്കിക്കോളൂ. ഫീനോളും അസറ്റോണുമായിട്ട് മാറും. ഇത് ഫീനോളിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്താണ് നമ്മൾ ഈ റിയാക്ഷൻ കണ്ടിട്ടുണ്ടാകുക. അല്ലെങ്കിൽ പല സ്ഥലത്തും ഹൈഡ്രോകാർബണിൽ ഒരുപക്ഷെ ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുള്ളൂ. ഫീനോളിൻ്റെ പ്രിപ്പറേഷനിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കണേ. നോക്കിക്കോളൂ. ആദ്യം റിയാക്ട് ചെയ്യണു, എന്നിട്ട് എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വീണ്ടും അതെന്തായിട്ട് മാറി? CB എന്ന് പറയുന്ന കോമ്പൗണ്ട് സിയും ഡിയും ആയിട്ട് മാറി. അതുവരെ എത്തി. ഇനി അടുത്ത ക്ലോറിനും NaO വെച്ചു. എന്ത് റിയാക്ഷൻ നടക്കുക? ഹാലോഫോം റിയാക്ഷനാണ്. കാരണം ഒരു സോഡിയം സോൾട്ട് ഓഫ് ആസിഡാണ് കിട്ടിയത്. ഉറപ്പായിട്ട് അതൊരു ഹാലോഫോം റിയാക്ഷനാണ്. അപ്പോൾ അതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ഇതെന്തായിരുന്നു കോമ്പൗണ്ട്? എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, ഇത് ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇതിൽ ഒരെണ്ണം C ആണ്, ഒരെണ്ണം D ആണ്. അവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ C ഏതാ D ഏതാന്ന്. D ആണ് എന്തായിട്ട് മാറിയേക്കണേ? ഇയും ഇതുമായിട്ട് മാറിയേക്കണേ. അപ്പോൾ C എന്ന് പറയുന്ന ഉറപ്പായിട്ടും ഫീനോളാണ്. C എന്ന് പറയുന്ന ഫീനോളാണ്. ഇത് D എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇതാണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? ക്ലോറിനും NaO വെച്ചും അസറ്റോൺ റിയാക്ട് ചെയ്ത് എന്തായിട്ടായിരിക്കും മാറുക? CHCl3 പ്ലസ് CH3COO Na ഹാലോഫോം റിയാക്ഷൻ നടക്കും. ഇതാണ് അടുത്ത സ്റ്റേജ് നമുക്ക് തന്നേക്കണേ. പിന്നെയും തീർന്നിട്ടില്ല കേട്ടോ. വീണ്ടും അതെന്തായിരിക്കാം? നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്ന E എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഇതിലേതാ E എന്ന് പറയുന്ന കോമ്പൗണ്ട്? ഹാലോഫോം റിയാക്ഷൻ നടന്ന് ഉണ്ടായ ക്ലോറോഫോം. അത് വീണ്ടും എന്തായിട്ട് റിയാക്ട് ചെയ്യും? C എന്ന് പറയുന്ന ആരാണ്? ഫീനോൾ NaO വെച്ചുമായിട്ട് റിയാക്ട് ചെയ്യും. അതെന്ത് റിയാക്ഷനാണ്? നിങ്ങൾക്കറിയാം, സാൻമേഴ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ അതെന്ത് റിയാക്ഷനാണ്? സാൻമേഴ്സ് റിയാക്ഷൻ. ഫീനോളാണ് C. പിന്നെ വീണ്ടും NaO വെച്ചും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റീമർ റിയാക്ഷൻ നടക്കും. സാൻമേഴ്സ് അല്ല, റീമർ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. എന്തായിരിക്കും കിട്ടുന്നത്? OH. ഇതാണ് റിയാക്ട് ചെയ്യുന്നത്. ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീനോളിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവും? CHO, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്, പാരാഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അഥവാ സാലിസിലാൽഡിഹൈഡും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാഐസോമറും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് റിയാക്ഷൻ നോക്കാം. ഇതും
ഇതുമായിട്ട് റിയാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ഇപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് വരാം. റിയാക്ഷൻ നമുക്ക് നോക്കാം. എന്തായിരിക്കും സംഭവിച്ചേക്കണേ? ആദ്യം ഇത് H+ ഇങ്ങോട്ട് വരും, ആഡ് ചെയ്യും, അഡക്റ്റ് കിട്ടും. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ പെറോക്സോ കോമ്പൗണ്ട് കിട്ടും, പെറോക്സോ അഡക്റ്റ് കിട്ടും. വീണ്ടും H+, ഇവിടെ ഫീനോളും എന്തായിട്ട് മാറുക? അസറ്റോണുമായിട്ട് മാറും. അത് വീണ്ടും അസറ്റോൺ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ക്ലോറിനും NaOH റിയാക്ട് ചെയ്തിട്ട് സോഡിയം അസറ്റേറ്റും ഉണ്ടാകും, ക്ലോറോഫോം ഉണ്ടാകും. ക്ലോറോഫോമും NaOH തമ്മിൽ റിയാക്ട് ചെയ്ത് ഫീനോളും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇതിലേതാണ് നമുക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്റ്റ് നോക്കാം. ഇതാണോ? അല്ല. ഇതാണോ? അതെ. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണ്, 2 ആൻസർ. ഇതല്ല, ഇതുമല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഇതാണ്. നമുക്ക് കിട്ടിയ 2 പ്രൊഡക്റ്റിൽ ഒരെണ്ണം ആൻസർ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, the main product of following reaction. ഈ റിയാക്ഷൻ്റെ മേജർ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിയാക്ഷൻ ഇവിടെ എഴുതി നോക്കാം. എന്തായിരിക്കും റിയാക്ഷൻ? നമുക്ക് എഴുതി കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് C CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? HBr ആയിട്ട് റിയാക്ട് ചെയ്യും. HBr 1 മോളുമായിട്ടാണ്. ലോ ടെമ്പറേച്ചറിലാണ്, ഹൈ ടെമ്പറേച്ചറിലൊന്നും നല്ല റിയാക്ഷൻ നടക്കണേ, ലോ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ആദ്യം H+ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും, ഈ സൈഡിലേക്ക് ആഡ് ചെയ്യാം, ഇങ്ങോട്ടും ആഡ് ചെയ്യാം, ഇങ്ങോട്ടും ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടേർഷറി കാറ്റയോണാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ആയിരിക്കും വരിക. നമുക്ക് നോക്കാം. CH3 CH3 CH ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. ഇതാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇതാണ് ലോ ടെമ്പറേച്ചറാണ്, 1 മോൾ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആയിരിക്കും ആഡ് ചെയ്യുക, കാരണം അതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. വീണ്ടും നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് നടക്കാം, കാരണം ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടായിരിക്കും മാറുക? CH3 CH3 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറാം. വീണ്ടും എന്തായിരിക്കാം? വീണ്ടും Br ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറാം. എന്തുകൊണ്ടാണ് അത് മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സുഖമായിട്ട് Br- വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും കിട്ടണത്? CH3 ഡബിൾ ബോണ്ട് CH2 Br ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക. ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? ആദ്യം എന്ത് ചെയ്തു? H+ ആഡ് ചെയ്തു, സ്റ്റേബിൾ ആയിട്ടുള്ള കാറ്റയോൺ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇതാണ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലേക്കായിരിക്കും മാറുക. വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടും. സോ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് ടോട്ടോമറിസം? ഈ കോമ്പൗണ്ടിൽ ഏതാ ടോട്ടോമറിസം കാണിക്കാന്ന്? ഇത് കാണിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക, ഇതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ടോട്ടോമറിസം കാണിക്കണമെങ്കിൽ വേണ്ട എന്തൊക്കെ വേണം? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ വേണം. ജനറലി 1,3 ടോട്ടോമറിസം ആണെങ്കിൽ ആൽഫ ഹൈഡ്രജൻ വേണം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഹൈഡ്രജൻ വേണം. ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കണം. ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടണം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന് പോസിബിലിറ്റി ഇല്ല, കാരണം ഇവിടെ ഒന്നും പോസിബിലിറ്റി ഇല്ല. ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. നേരെ നോക്കിയാൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ കൂടി തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3 കൂടാണ്ട് ഒരു H കൂടി ഉണ്ട്. നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ H+ ഫ്രീ ആവും. H+ന് അങ്ങോട്ട് പോകാൻ പറ്റും. പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന കോമ്പൗണ്ട്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടോമർ ഉണ്ടാകാൻ പറ്റും. ഡബിൾ ബോണ്ട് അത് O- ആയിട്ട് മാറി, H വന്നപ്പോൾ OH ആയിട്ട് മാറി. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇതിവിടെയായി. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയായി. ഇതിവിടെ വന്നു CH3. ഇവിടെയും ഒരു CH3 ഉണ്ട്. അപ്പോൾ ഇതിന് ടോട്ടോമറിസം കാണിക്കാൻ പറ്റും. ഇതെന്ത് ടോട്ടോമറിസാണ്? 1,5 ടോട്ടോമറിസാണ്. 1,3 ടോട്ടോമർസ് അല്ല. ആൽഫ പൊസിഷൻ ആണെങ്കിൽ അത് 1,3 ടോട്ടോമർസ് എന്ന് പറയും. ഇവിടെ ആയതുകൊണ്ട് കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3 4 5 ഫിഫ്ത്ത് പൊസിഷനിൽ നിന്നാണ് ഷിഫ്റ്റ് ചെയ്ത്, അതുകൊണ്ട് 1,5 ടോട്ടോമർസ് ആണ്. ബട്ട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ 2 CH3 ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ പോസിബിലിറ്റി ഇല്ല. ഇവിടുന്ന് ഹൈഡ്രജൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡബിൾ ബോണ്ടോയാണ്, അവിടെ ഷിഫ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയും പ്രത്യേകിച്ച് പോസിബിലിറ്റി ഒന്നുമില്ല, കാരണം ഇവിടെ 3 ബോണ്ടുണ്ട്, ഇവിടെയാണ് ഡബിൾ ബോണ്ടോ ഉള്ളത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇല്ല. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ റെസ്ട്രിക്ഷൻ കൊണ്ടാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് അതിനും പോസിബിലിറ്റി ഇല്ല. പോസിബിലിറ്റി ഏതിന് മാത്രമേ ഉള്ളൂ? തേർഡ് വണ്ണിന് മാത്രം. അതുകൊണ്ട് ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അതാണ് ആദ്യം നോക്കട്ടെ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോംപ്ലക്സ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നോക്കണം. സാധാരണ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിലുള്ളത് FE ഏതാണ്? FE വാട്ടറിന് ചാർജ് ഒന്നുമില്ല, അപ്പോൾ 0 ആണ് ചാർജ്, 6 എണ്ണം ഉണ്ട്. Fe2+ ആണ്. ഇതിൻ്റെ ചാർജ് എക്സ്. പൊടിരാസ് 0 × 6 എത്രയായിരിക്കാം? +2. അപ്പോൾ ഇതിൻ്റെ ചാർജ് എത്രയായിരിക്കാം? Fe2+. അടുത്തതിൽ നമുക്ക് നോക്കാം എന്താ ചാർജ് എന്നുള്ളത്. പൊടിരാസ് എക്സ്, അതിൻ്റെ ചാർജ് അറിയില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല. നമുക്ക് നോക്കാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സാക്ട്ലി. -1 × 6 -6 -3 പോവുകയാണെങ്കിൽ എത്രയായിരിക്കും? X +3. രണ്ടാമത്തെ പോസിബിലിറ്റിയിലേക്ക് Fe3+. അടുത്തതിൽ നമുക്ക് നോക്കാം. അടുത്തതിൽ ചാർജ് നോക്കാം. ഇവിടെ പൊട്ടിറ്റാസ് എക്സ്, നമുക്ക് ഓക്സിഡൻ സ്റ്റേറ്റ് അറിയില്ല. -6 -4. -1 ആണ് സയനൈഡിൻ്റെ ചാർജ്. അങ്ങനെയുള്ള 6 ഉണ്ട്, അപ്പോൾ -4. അപ്പോൾ എത്രയായിരിക്കും ചാർജ്? മൂന്നാമത്തേൽ എത്രയായിരിക്കും ചാർജ്? Fe എത്രയായിരിക്കും ചാർജ്? -6 അങ്ങോട്ട് പോവുക, -4 +2 വരും. ഇനി അടുത്തതിൽ നമുക്ക് നോക്കാം. അടുത്തത് എന്തായിരിക്കാം? നാലാമത്തെ ഓപ്ഷനിലേക്ക് നോക്കാം. നാലാമത്തെ ഓപ്ഷൻ ഇവിടെ എഴുതാം. നാലാമത്തെ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ Fe നേരത്തെ പോലെ തന്നെ എന്തായിരിക്കും? എക്സ് 0 +3. അപ്പോൾ എന്തായിരിക്കും? Fe3+. ഇനി അടുത്ത് നോക്കണം. ഇവിടെ സയനൈഡ് ഒരു സ്ട്രോങ് ലിഗാൻഡാണ്, വാട്ടർ ഒരു വീക്ക് ലിഗാൻഡാണ്. ആ ഓർമ്മ കൃത്യമായിട്ട് വേണം. അപ്പോൾ Fe2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കാം? 3d6 ആയിരിക്കും. ഇവിടെ 3d5 ആയിരിക്കും. ഇവിടെ 3d6 ആയിരിക്കും. ഇവിടെയും ചാർജ് എത്രയായിരിക്കാം? 3d5 തന്നെയായിരിക്കും. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? പെയറിംഗ് നടക്കും. കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ പെയറിംഗ് നടക്കും. D6 എങ്ങനെയായിരിക്കും? D6 ഇതൊരു വീക്ക് ലിഗാൻഡാണ്. ഫസ്റ്റ് കോമ്പൗണ്ടിൽ വാട്ടറിൽ എന്താണ്? ഒരു വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ 6 ഉണ്ട്. 1 2 3 4 5 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ് അല്ലേ? അടുത്ത കേസിൽ നോക്കാം. D5 പക്ഷേ നമുക്ക് നോക്കാം. D5 1 2 3 4 5. പക്ഷേ അവിടെ എന്താണ്? സ്ട്രോങ് ലിഗാൻഡാണ്. അതുകൊണ്ട് ഇങ്ങനെയല്ല ഇരിക്കുക. സ്ട്രോങ് ലിഗാൻഡ് ആവുകൊണ്ട് പെയറിംഗ് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ പെയറിംഗ് നടക്കണത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. T2GEGയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ 1 2 3 4 5 T2GEG സ്പ്ലിറ്റിംഗ് നടക്കും. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരിക്കാം? 1. ഇത് മെറ്റലിൻ്റെ കോൺഫിഗറേഷനാണ്. ഈ പറഞ്ഞതാണ് കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ, കോംപ്ലക്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2GEG. ചിന്തിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ VBT അപ്ലൈ ചെയ്താലും മതി. VBT അപ്ലൈ ചെയ്താലും പെയറിംഗ് നടക്കണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏത് അപ്ലൈ ചെയ്താലും, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ചിന്തിച്ചാലും VBT ചിന്തിച്ചാലും ഏത് ചിന്തിച്ചാലും നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ പെയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. മൊത്തം 5 എണ്ണം ഉണ്ടായിരുന്നത്, 2 എണ്ണം ഇതിലേക്ക് പോയി. ബാക്കി എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത മൂന്നാമത്തെ കോമ്പൗണ്ടിൽ എന്താണ്? Fe2+ ആണുള്ളത്. അവിടെയും സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ എന്തായിരിക്കും? എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണാണ് മെറ്റലിൽ ഉണ്ടാകുക. 1 2 3 4 5 6 ഇലക്ട്രോൺ ഉണ്ട്. പെയറിംഗ് നടക്കും. എന്ത് ചിന്തിച്ചാലും VBT ആണെങ്കിലും CFT ആണെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാൽ T2GEG ചിന്തിക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നിങ്ങൾക്കത്ര എളുപ്പമാവില്ല എങ്കിൽ പോലും നല്ലത് എപ്പോഴും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ചിന്തിക്കണം. അത് പെയർ ചെയ്തായിരിക്കും നിൽക്കുക. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? ഇവിടുത്തെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 0 ആണ്. ഇനി ഇവിടെ D5 ഉള്ളത് വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും 5 അൺപെയ്ഡ് ഇലക്ട്രോൺ അങ്ങനെ തന്നെ ഉണ്ടാവും. 1 2 3 4 5. ഇതിന് മാറ്റമൊന്നും വരാൻ പോകില്ല. കാരണം വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ പെയറിംഗ് ഒന്നും നടക്കാൻ പോകില്ല. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരിക്കാം? 5. നമ്മളോട് പറയണേ ഡിക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ഏറ്റവും കൂടിയത് ആദ്യം കണ്ടുപിടിക്കണം. ഡിക്രീസിങ് ഓർഡർ ആകുമ്പോൾ ഏറ്റവും കൂടിയത് ഫോർത്ത് വൺ ആദ്യമുള്ള ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസറിലേക്ക് വരിക. ഫോർത്ത് വൺ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരിക്കാം? ഫസ്റ്റ് വൺ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? സെക്കൻഡ് വൺ. അത് കഴിഞ്ഞിട്ടാണ് തേർഡ് വണ്ണിൽ ഏറ്റവും കുറവുള്ളൂ, 0 ഉള്ളൂ. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഇതിലെത്രയാണ് ഉള്ളത്? 5. പിന്നെ ഇതിലെത്രയാണ് ഉള്ളത്? 4. ഇതിലെത്രയാണ് ഉള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 2ൽ 1. പിന്നെ ഇതിലുള്ളത് 0. കറക്റ്റ് അല്ലേ? നോക്കിയോളൂ. ഡിക്രീസിങ് ഓർഡർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മൊളാരിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaCl at 0 degree Celsius. അവിടെ ഒരു കാര്യം അറിയണം. സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് 36 gram in 100 ml ആണ്.
ആ ഒരു ബോധം ഉണ്ടെങ്കിലേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതില്ലാതെ നമുക്ക് എത്താൻ പറ്റില്ല. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ മൊളാലിറ്റിയാണ്. മൊളാലിറ്റി ആണെങ്കിൽ സ്മോളർ ടേം എന്തായിരിക്കാം? WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. നമുക്ക് നോക്കാം. 36 ഗ്രാമാണ് ഉള്ളത്. NaCl സോഡിയത്തിൻ്റെ 23, ക്ലോറിൻ്റെ 35.5, അപ്പോൾ 58.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ml ആണുള്ളത്. 100 ml ആണുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? 100 ml എന്ന് പറഞ്ഞാൽ 100 ഗ്രാം തന്നെ. സോ ഇറ്റ് ഈസ് 100 ഗ്രാം. ക്യാൻസൽ ചെയ്ത് പോവുക. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 58.5. ഇത് നിങ്ങൾ കണക്കൂട്ടാനൊന്നും പോകണ്ട. ഇത് ഏകദേശം 60ൻ്റെ അടുത്താണ്. 360 ഏകദേശം 6 വരും, 6 വരും. 360 അറൗണ്ട് 60. സോ 6ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ. ഇറ്റ് ഈസ് സിമ്പിൾ 6.15. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. 60ാമത്തെ ക്വസ്റ്റ്യൻ. The rate constant K1 and K2 for two different reactions. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് സുഖമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പേടി തോന്നാൻ സാധ്യതയുണ്ട്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. The rate constant of K1 and K2 for two different reactions are 10^16 e power minus 2000 by T and 10^15 e power minus 1000 by T. Respectively, the temperature at which K1 is equal to K2. അപ്പോൾ given that നമുക്ക് തന്നിട്ടുണ്ട് K1 equal to K2 ആണ്. K1 ഉം K2 ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയിലേക്ക് നോക്കേണ്ടത്. K1 ഉം K2 ഈക്വൽ ആണെങ്കിൽ 10^16 e power minus 2000 by T equal to 10^15 e power minus 1000 divided by T. ഇതാണ് നമുക്ക് ഇങ്ങനെ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ടി മാത്രമേ ഒരു അൺനോൺ ടൈം ഉള്ളൂ. അപ്പോൾ ആ ടിയുടെ വാല്യൂ എത്രയാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം നോക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10^16 by 10^15 ഈക്വൽ ടു e power 1000 by T by e power minus 2000 by T. ഇത് മേളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് വരും e power minus 1000 by T പ്ലസ് മൈനസ് ഉള്ളത് മേളിൽ ചെല്ലുമ്പോൾ ഇതായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. എക്സ് പവർ കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ പ്ലസ് 2000 by T. അപ്പോൾ ഇവിടെ എത്ര വരിക? 10 ഈക്വൽ ടു e power മൈനസ് ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിമാണ്. അപ്പോൾ എന്തായിരിക്കാം? മൈനസ് 1000 പ്ലസ് 2000. അപ്പോൾ എത്രയായിരിക്കാം? 1000 by T. രണ്ട് സൈഡിലും ലോൺ എടുക്കുക. നാച്ചുറൽ ലോഗരിതം എടുക്കുക. ഇയെ മാറ്റണമെങ്കിൽ നാച്ചുറൽ ലോഗരിതം എടുക്കണം. കാരണം ln e raised to x is equal to x ആണ്. അപ്പോൾ നമുക്ക് ln 10 is equal to ln e raised to 1000 by t എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1000 by t വരും. ഇത് ലോഗാക്കി മാറ്റണമെങ്കിൽ ln x is equal to 2.303 log x. അപ്പോൾ നമുക്ക് 2.303 log 10. Log 10 is equal to 1000 by t. ബാക്കി സോൾവ് ചെയ്യാം. log 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ 2.303 is equal to 1000 by t. or t is equal to 1000 by 2.303. That much Kelvin. ഈ K എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത്രയും കെൽവിനാണ്. ടെമ്പറേച്ചർ കെൽവിനിലാണ് അവിടെ കിട്ടുക. അതാണ് ആൻസർ 1000 ഡിവൈഡഡ് ബൈ 2.303 K. മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പേടി വന്നേക്കാം. ഇത്രയൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയേക്കാം. വളരെ സിമ്പിളാണ്. സ്ട്രെയിറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയാലും പലപ്പോഴും അങ്ങനെ ആവാറില്ല. നമ്മൾ ചെയ്തു വരുമ്പോൾ വലുപ്പമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പേടിക്കും. അതിന് മാത്രം ഒന്നും ഉണ്ടാവാറില്ല. വളരെ സിമ്പിളായിരിക്കും ക്വസ്റ്റ്യൻ. നമ്മളൊന്ന് വായിച്ച് നോക്കി ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. The de Broglie wavelength of a vehicle moving with a velocity v and is lambda. Velocity is that much velocity ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള വേവ് ലെന്ത് ലാംഡയാണ്. ഇറ്റ്സ് ലോഡ് ഈസ് ചേഞ്ച്ഡ്. എന്തോ മാസ് മാറ്റി, എന്താ അതിൻ്റെ വെയിറ്റ് മാറ്റി. സോ ദാറ്റ് ദ വെലോസിറ്റി ആസ് വെൽ ആസ് ദ കൈനറ്റിക് എനർജി ഈസ് ഡബിൾഡ്. വെലോസിറ്റിയും ഡബിളായി, കൈനറ്റിക് എനർജിയും ഡബിളായി. വാട്ട് വിൽ ബി ദ ന്യൂ ഡി ബ്രോഗ്ലി വേവ് ലെന്ത്? അതാണ് നമ്മളോട് പറഞ്ഞേക്കണേ. സോ നമുക്ക് നോക്കാം. ആദ്യം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഇനി നമുക്ക് നോക്കാം വീണ്ടും.
അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കണ വെലോസിറ്റി ആസ് വെൽ ആസ് കൈനറ്റിക് എനർജി ഈസ് ഡബിൾഡ്. കൈനറ്റിക് എനർജി ഡബിളായി. അപ്പോൾ KE2 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി 2KE1. കൈനറ്റിക് എനർജി ഡബിളായി. രണ്ടാമത്തെ വെലോസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ടെന്ന് നോക്കാം. സോ വെലോസിറ്റി V2 ഈസ് ഈക്വൽ ടു 2V1. അപ്പോൾ നമുക്ക് നോക്കാം 2KE1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വണ്ണിൽ മാസ് M1 ആയിരുന്നു, സെക്കൻഡ് വണ്ണിലേക്ക് മാസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 2KE1 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു M2 ഇൻറ്റു 2V1 സ്ക്വയർ. ഇതാണ് മാറ്റം ഉണ്ടായിരിക്കണേ. സോ പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ ഇരട്ടി. മാസ് മാറി, വെലോസിറ്റി ഡബിളായി മാറി. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക. 2 കൈനറ്റിക് എനർജി 1 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു M2 ഇൻറ്റു 4V1 സ്ക്വയർ. 4ഉം ഇതും കൂടെ ക്യാൻസലായി. അപ്പോൾ എന്തായിരിക്കും കിട്ടുക. പഴയ കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്കറിയാം. എന്തായിരിക്കും 2 കൈനറ്റിക് എനർജി ഫസ്റ്റ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി 1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ഹാഫ് M1V1 MV സ്ക്വയർ ആയിരുന്നു, MV1 സ്ക്വയർ ആയിരുന്നു. ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു, ഇറ്റ് ഈസ് 2 ഉണ്ടായിരുന്നു. M2 ഇൻറ്റു 2V1 സ്ക്വയർ. 2ഉം 2ഉം ക്യാൻസലായി. V1 സ്ക്വയറും ക്യാൻസലായി. ബാക്കി എന്തായിട്ട് M1 ഈസ് ഈക്വൽ ടു 2M2 ഓർ M2 ഈസ് ഈക്വൽ ടു M1/2. ഇപ്പോൾ മാസ് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും, പകുതിയായി മാറിയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു H/mv. ഇതാണ് ഡി ബ്രോളി റിലേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ ലാംഡ1 ഈസ് ഈക്വൽ ടു M1V1 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ നോക്കാം. ലാംഡ2 ഈസ് ഈക്വൽ ടു H/M2V2. H മാറിയിട്ടുണ്ടാവില്ല, പക്ഷേ M ഒക്കെ മാറി. എന്തായിരുന്നു H/Mന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, M2 ഈസ് ഈക്വൽ ടു M1/2. വെലോസിറ്റി എന്തായിരിക്കും മാറിയിട്ടുണ്ടാവുക, V2ന് പകരം എന്തായിരുന്നു, V2 ഈസ് ഈക്വൽ ടു 2V1. 2V1 2ഉം 2ഉം ക്യാൻസലായി. എഗൈൻ എന്താ കിട്ടുക, H/M1V1 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ലാംഡ തന്നെയാണ്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ശ്രദ്ധിച്ച് നോക്കൂ. കൈനറ്റിക് എനർജി KE1 ഫസ്റ്റ് കേസിൽ, സെക്കൻഡ് കേസിൽ വെലോസിറ്റി എന്ത് മാറ്റം ഉണ്ടായി, ഇക്വേറ്റ് ചെയ്തു. മാസിന് എന്ത് ചേഞ്ച് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുക. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ2 ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും, ലാംഡ1 കിട്ടും. അപ്പോൾ രണ്ട് കേസിലെയും ലാംഡ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഫസ്റ്റ് കേസിലെ ലാംഡ നമ്മളെടുത്ത് അടുത്ത കേസിലും ലാംഡ എന്ന് തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. അഡീഷൻ ഓഫ് 2 × 10⁻² moles of a strong monobasic acid to half liter of an acidic buffer changes a pH by 0.01 only. Then the buffer capacity. And the buffer capacity is equal to number of moles of strong acid or strong base added per liter of buffer divided by change in pH. എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഡെൽറ്റ pH എഴുതിയത്, ചേഞ്ച് ഇൻ pH ആണ്. So buffer capacity is equal to number of moles of strong acid or strong base added per liter. ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് എത്രയാണ്, 2 × 10⁻² എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.02 moles in half liter ആണ്. ഹാഫ് ലിറ്ററിലാണ് അത്ര ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിൽ എത്ര ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക, 0.04 moles in 1 liter. ഹാഫ് ലിറ്ററിൽ 0.02 ഉണ്ട്. അപ്പോൾ 1 ലിറ്ററിൽ ഉറപ്പായിട്ട് എത്ര ആയിരിക്കാം, 0.04 ആയിരിക്കും. ഹാഫ് ലിറ്റർ 0.02, ഹാഫ് ലിറ്റർ 0.02. അപ്പോൾ 1 ലിറ്ററിൽ എത്ര ആയിരിക്കാം, 0.04. 0.04 ഡിവൈഡഡ് ബൈ 0.01 ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും കിട്ടുക, 4. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം. 2 ഹാഫ് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്, അത് 1 ലിറ്ററിലേക്ക് മാറ്റണം. 2 കാര്യങ്ങളാണ്, 2 ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കിട്ടിയില്ലേ? അടുത്ത് നമുക്ക് നോക്കാം. 1 mole of an ideal gas is allowed to expand reversibly and adiabatically from a temperature 300 Kelvin. The work done is 3 kilojoule. Final temperature of the gas is equal to. നമുക്ക് നോക്കാം എന്തായിരിക്കും കണ്ടുപിടിച്ചേക്കണേ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, അഡേബാറ്റിക് പ്രോസസ്സാണ്, റിവേഴ്സിബിൾ ആണ്, പിന്നെ എന്താണ് 1 mole ആണ് വർക്ക് ചെയ്തേക്കണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു NCV. ഇവിടെ CV തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത്.
NCV ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഇവിടെ തന്നേക്കണേ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എത്രയാണ് 3 കിലോ ജൂൾ. എക്സ്പാൻഡ് ചെയ്തേക്കണോണ്ട് നമ്മുടെ കേസിൽ എന്തായിരിക്കാം, സിസ്റ്റത്തിൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കാം, -3 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു 10⁻³ ജൂൾ. അടുത്തത് സി വി തന്നിട്ടുണ്ട്. സി വി ഈസ് ഈക്വൽ ടു 20 ജൂൾ. അതുകൊണ്ടാണ് ഞാനിതും ജൂളിലേക്ക് മാറ്റിയത്. ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, T2 - T1. നമുക്ക് തന്നിരിക്കുന്നത് ഫൈനൽ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കാം, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ഫൈനൽ ടെമ്പറേച്ചർ T2 മൈനസ് ഇതാണ് തന്നിരിക്കുന്നത്. നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. W ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു T2 മൈനസ്, അപ്പോൾ ഇതിങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്രയായിരിക്കാം, 20. ഇതിങ്ങോട്ട് പോകണു. അപ്പോൾ നമുക്ക് നോക്കാം. T2 - 3 ഈസ് ഈക്വൽ ടു -3000 ബൈ 20. 0 ക്യാൻസലായി. -150. ഇതങ്ങോട്ട് പോവുകയാണെങ്കിൽ T2 ഈസ് ഈക്വൽ ടു -300. അങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്രയായിരിക്കാം, 300 - 150 ഈസ് ഈക്വൽ ടു 150 കെൽവിൻ. ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു 450 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈ മൈനസ് എടുക്കാൻ മറക്കും. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു -450 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു 450 ഉണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത് കുത്തും. അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചുള്ള. എക്സ്പാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ സൈൻ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ. കംപ്രസ്സാ പറഞ്ഞില്ലെങ്കിൽ പ്ലസ് ഇട്ട് ചെയ്യായിരുന്നു. സോ സൂക്ഷിച്ച് കണ്ടും ചെയ്യുക, ഇല്ലെങ്കിൽ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In 2 liter flask, the reaction takes place as COCl2 gas gives CO gas plus Cl2 gas. The equilibrium concentration of COCl2 is found to be 0.4. If excess of COCl2 is added to the system, the equilibrium re-established and COCl2 become 1.6. What will be the equilibrium concentration of CO? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to റിയാക്ഷൻ എഴുതാം CO into Cl2 ഡിവൈഡഡ് ബൈ COCl2ൻ്റെ കോൺസെൻട്രേഷൻ. ഈ സമയത്ത് എത്രയാണെന്ന് പറയുന്നത് 0.4. ഇവിടെ COCl2 ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. സോ പുട്ട് ഇറ്റ് ആസ് X is equal to x² divided by 0.4 എന്ന് എഴുതാം. അടുത്ത ടെമ്പറേച്ചർ ഒന്നും മാറുന്നില്ല. ഒരു ടെമ്പറേച്ചറിൻ്റെയും ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് അതേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെ, സെയിം K തന്നെയായിരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറുന്നത് ടെമ്പറേച്ചർ മാറിയാൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അഗൈൻ ഈക്വൽ ടു ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ CO-യുടെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. COCl2ൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറി? 1.6 ആയിട്ട് മാറി. ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ നമുക്ക് വേണമെങ്കിൽ y ഇൻറ്റു y എന്ന് എടുക്കാം. അപ്പോൾ y ഇൻറ്റു y ഈക്വൽ ടു y². CO-യുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ y ആയി ആയിരിക്കാം. Cl2വും സെയിം തന്നെയായിരിക്കും. അപ്പോൾ y² ഡിവൈഡഡ് ബൈ 1.6. അപ്പോൾ നമുക്ക് രണ്ട് കേസിലെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് റിലേഷൻ നോക്കാം. x² ബൈ 0.4 ഈസ് ഈക്വൽ ടു y² ബൈ 1.6. അപ്പോൾ x² ബൈ y² ഈസ് ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 1.6 ഓർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 16. സോ 1/4 എന്ന് കിട്ടും. x by y is equal to 1/2 or x is equal to y by 2 or y is equal to 2x. ഇതാണ് നമുക്ക് വേണ്ട റിലേഷൻ. സെയിം തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്തത്? ഇക്വിലിബ്രിയത്തിൽ CO ഉണ്ട്, Cl2 ഉണ്ട്. അത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. കാരണം ഇനീഷ്യലി ഒന്നും പ്രസൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. ഇത് രണ്ടും നമ്മളെടുത്തു. അത് എന്ത് ചെയ്തു? അതൊരു പുതിയ ക്വാണ്ടിറ്റി ആയിരിക്കും. മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. കോൺസെൻട്രേഷൻ ഉറപ്പായിട്ടും ഇതിൻ്റെ കോൺസെൻട്രേഷൻ മാറിയാൽ ഇത് മാറും. അപ്പോൾ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. രണ്ടും ഒരേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് രണ്ടും ഇക്വേറ്റ് ചെയ്തു. നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇതാണ് പുതിയ എമൗണ്ട്, ഇതാണ് പഴയ എമൗണ്ട്. എന്തായിരിക്കും? വാട്ട് ഹാപ്പൻ ടു വാട്ട് ഈസ് എ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO-യുടെ കോൺസെൻട്രേഷൻ സംഭവിച്ചു. ഇതാണ് പുതിയ കോൺസെൻട്രേഷൻ. പഴയതിൻ്റെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഡബിളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത്രയൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാം.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, സിമ്പിളായി ചിന്തിച്ചാൽ മതി. ഇത് 0.4 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 1.6 ആയിട്ട് മാറി. 1.6 ആയിട്ട് മാറി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറണില്ല. ഉറപ്പായിട്ടും ഇത് എത്ര ടൈംസ് ആയി? 4 ടൈംസ് ആയപ്പോൾ ഇതും 4 ടൈംസ് ആയിട്ടുണ്ടാവണം. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആയിട്ട് മാറുമ്പോൾ എത്ര ടൈംസ് ആയിട്ട് മാറിയിട്ട് നല്ല റേഷ്യോ സെയിം ആയിട്ട് നിൽക്കുള്ളൂ. ഈ റേഷ്യോയുടെ വാല്യൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ മാറാതെ നിൽക്കണം. ഈ റേഷ്യോ മാറാക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 4 ടൈംസ് ആയപ്പോൾ ന്യൂമറേറ്ററും 4 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവണം. അവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 4 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല. ഓരോ ടൈമിനും മാറ്റം സംഭവിച്ചിരിക്കുന്നത് 2 ടൈംസ് ആയിരിക്കും. സോ 2 ടൈംസ് അപ്പോൾ മൊത്തത്തിൽ 4 ടൈംസ് വന്നോളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഡബിളായി മാറിയിട്ടുണ്ടാവുന്ന സിമ്പിളായി ചിന്തിക്കാം. ഇത്രയൊന്നും ചെയ്ത് നോക്കണമെന്നില്ല, വായിച്ച് നോക്കി കോമൺ സെൻസ് അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടും. ഇല്ല പ്രോബ്ലം രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളും, തെറ്റില്ല. അടുത്ത് നമുക്ക് നോക്കാം 11ാമത്തെ ക്വസ്റ്റ്യൻ, 76th question. Atomic spectrum of lithium 2 plus ion arises due to the transition of an electron from N2 to N1. If N1 plus N2 is equal to 4, N1 plus N2 is equal to 4 and N2 minus N1 is equal to 2. രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ N1ഉം N1ഉം പോകും. 2N1 is N2 is equal to 6, N2 is equal to 3, N1 is equal to എത്ര വരിക? N1 plus N2 is equal to 4. അപ്പോൾ N2 3 ആണ്. അപ്പോൾ N1 is equal to എത്രയായിട്ടും 1 കിട്ടി. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് നമുക്ക് കിട്ടി. N2 എന്ന് പറഞ്ഞാൽ 3ഉം N1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ഉം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാംഡ. 1/λ is equal to RH റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു എന്തായിരിക്കാം? ഇസഡ് സ്ക്വയർ. മറക്കരുത്, ലിഥിയാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ ഇസഡ് സ്ക്വയർ വേണ്ട, ഇല്ലെങ്കിൽ ലിഥിയ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇസഡ് സ്ക്വയർ വേണം. 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. സോ 1/λ is equal to RHൻ്റെ വാല്യൂ നിങ്ങൾ എങ്ങനെയാണ് എഴുതാറ്? 10 പവർ എത്ര എഴുതാറ്? സെൻറ്റിമീറ്ററിലല്ല, ഇതിപ്പോൾ നാനോമീറ്ററിലേക്ക് മാറ്റണം. ഏതിൽ വേണമെങ്കിലും എഴുതാം. സെൻറ്റിമീറ്ററിൽ വേണമെങ്കിൽ സെൻറ്റിമീറ്ററിൽ, അഥവാ മീറ്ററിൽ വേണമെങ്കിൽ എഴുതാം. 10⁻⁷ ഓൾമോസ്റ്റ് വാല്യൂ ഇൻറ്റു ഇസഡ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എത്ര വരിക നോക്കിക്കോളൂ. ഇസഡ് എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ, ലിഥിയത്തിൻ്റെ 3, അപ്പോൾ ഏകദേശം ഇൻറ്റു 9 ഇൻറ്റു 1/1 സ്ക്വയർ 1 മൈനസ് 1/3 സ്ക്വയർ വരും. സോ അത്രയ്ക്കും കിട്ടുക 1/λ is equal to 9 into 10⁻⁷. അപ്രോക്സിമേറ്റ് വാല്യൂ ആട്ടോ ഇതിൽ കണ്ടുപിടിക്കണേ, കാരണം അപ്രോക്സിമേറ്റ് ആണ് RHൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ. 1 minus 1/9. So 9 into 10⁻⁷ into 9/9 ഒന്ന് പോയി കഴിഞ്ഞാൽ 8/9. 9ഉം 9ഉം ക്യാൻസൽ ആവും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? ഇറ്റ് ഈസ് 8 into 10⁻⁷ അടുത്ത് കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു 1/8 into 10⁻⁷. ചെയ്യുകയാണെങ്കിൽ എത്രയൊക്കെ കിട്ടുക? 10⁻⁻⁷/8. സോ 0.1 into 10⁻⁻⁷ or 1 into 10⁻1 point something ഉണ്ടാവും into 10⁻⁻8. that much meet. ഇതിപ്പോൾ മാറ്റുകയാണെങ്കിൽ ഇതിവിടെയൊക്കെ എല്ലാം തന്നിരിക്കുന്നത് നാനോമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 10 into 10⁻⁻9 എന്ന് പറയുമ്പോൾ 10 നാനോമീറ്റർ. 10⁻⁻9 ആണ് നാനോമീറ്റർ. therefore the answer is എത്രയാണ്? ഓപ്ഷൻ 2. സിമ്പിളാണ്. ലാംഡ കണ്ടുപിടിക്കുക, എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുക. നേരെ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ 77ാമത്തെ. In a compound XY2O4, oxides ions are arranged in CCP. ഓക്സൈഡ് അയോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 CCP അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ 4 ഉണ്ടാകുക. Then the cation X are present in the octahedroid. X is present in the octahedroid. 4 ഉണ്ടെങ്കിൽ ഒക്ടാഹെഡ്രോയിഡിൻ്റെ എണ്ണം എത്രയ്ക്കാം? 4 N ഉണ്ടെങ്കിൽ N ആയിരിക്കും. ടെട്രാഹെഡ്രോയിഡിൻ്റെ എണ്ണമാണെങ്കിൽ 2N എണ്ണമായിരിക്കും. അപ്പോൾ എത്രയ്ക്കും? 8 ഉണ്ടാകുക. പക്ഷേ അവിടെ എല്ലായിടത്തും ഒക്കുപ്പൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കാറ്റയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഒക്ടാഹെഡ്രോയിഡ്. ഓൾ ഒക്ടാഹെഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ചിന്തിക്കേണ്ട. കാറ്റയോൺ Y ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രോയിഡ്. ദ ഫ്രാക്ഷൻ ഓഫ് ഒക്ടാഹെഡ്രോയിഡ് ഒക്കുപ്പൈഡ്. ഇവിടെ തന്നിരിക്കുന്ന മോളിക്കുലാർ ഫോമിൽ ആദ്യം ശ്രദ്ധിക്കണം. XY2
O4. അപ്പോൾ O 4 എണ്ണം ഉണ്ടെങ്കിൽ Y എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. X എത്ര ഉണ്ടാകുക? 1 എണ്ണം ഉണ്ടാകുക. അപ്പോൾ ഈ ഒക്ടാഹെഡ്രോയിഡ് 4 എണ്ണം ഉണ്ടെങ്കിലും ഒക്കുപ്പൈ ചെയ്യുന്ന എത്ര എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ? 1 എണ്ണത്തിലേ ഒക്കുപ്പൈ ഉള്ളൂ. കാരണം ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? 1 എണ്ണമായിരിക്കും. 4:1 എന്ന് പറഞ്ഞ റേഷ്യോയില്ല. അടുത്ത കാറ്റയോൺ Y ചാർജ് ഉണ്ടാവേ, പ്ലസ് ചാർജ് ഉണ്ടാവും. സോ കാറ്റയോൺ Y occupy on equally distributed എന്നാണ് പറഞ്ഞേക്കണേ. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഒക്ടാഹെഡ്രോയിഡ് ആൻഡ് ടെട്രാഹെഡ്രോയിഡ് എന്നാണ് പറഞ്ഞത്. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ ഓക്സിജൻ്റെ എണ്ണം 4 ആണെങ്കിൽ വൈയുടെ എണ്ണം 2 എണ്ണം. അപ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഒരെണ്ണം വരും. അപ്പോൾ ഓരോന്നിലും ഒക്കുപ്പൈ ചെയ്യണം. നമുക്ക് നമ്പർ കിട്ടി. ഓക്സിജൻ ഒക്കുപ്പൈ ഓൺ CCP ലാറ്റിസ് ഫോം ചെയ്തേക്കണു. എക്സ് പ്രസൻറ്റ് ഇൻ ദ ഒക്ടാഹെഡൽ 1 ഓഫ് ദ ഒക്ടാഹെഡ്രോയിഡ് among 4. Y is also occupying 1 of the octahedroid. അപ്പോൾ ഒക്ടാഹെഡ്രോയിഡ് എത്ര ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്? 2 എണ്ണത്തിൽ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. മൊത്തം എത്ര അവൈലബിൾ ആണ്? 4 ദ ഫ്രാക്ഷൻ ഓഫ് ഒക്ടാഹെഡ്രൽ ഒക്കുപ്പൈഡ് 2 എണ്ണം ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. മൊത്തം അവൈലബിൾ ആയിട്ടുള്ള എത്രയാണ്? 4. സോ 1/2 ഈസ് ആൻസർ. ശ്രദ്ധിച്ച് നോക്കണം, എന്നിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത നമുക്ക് നോക്കാം. ദ മാക്സിമം പോസിബിൾ pH ഓഫ് എ സൊല്യൂഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഈസ് എന്തായിരിക്കും എന്നുള്ളത്. KSP തന്നിട്ടുണ്ട്. KSP എത്രയാണ്? 32 × 10⁻⁻6. എന്താണെന്ന് CaOH ടോയ്സ് ആണ്. ഡിസോസിയേറ്റ് ചെയ്താൽ Ca2+ കിട്ടും, 2 OH- കിട്ടും. അപ്പോൾ ഇതെന്ത് ടൈപ്പാണ്? AB2 ടൈപ്പാണ്. അപ്പോൾ KSPയുടെ വാല്യൂ എത്രയാണ്? 4S³ ഈസ് ഈക്വൽ ടു 32 × 10⁻⁻6. S³ ഈസ് ഈക്വൽ ടു 32 × 10⁻⁻6/4 ഈക്വൽ ടു 8 × 10⁻⁻6. S is equal to cube root of 8 × 10⁻⁻6 is equal to 2 × 10⁻⁻2 മോൾ പെർ ലിറ്റർ ആയിരിക്കും അതിൻ്റെ എസിൻ്റെ വാല്യൂ, സൊല്യൂബിലിറ്റിയുടെ വാല്യൂ. ഇനി CaOH എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം. Ca2+ S ഉണ്ടാകും. S ആണ് ഡിസോൾവ് ചെയ്തേക്കണമെങ്കിൽ ഇത് എത്ര ഉണ്ടാകും? 2S ഉണ്ടാവും. അപ്പോൾ OH- കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂബിലിറ്റി. എത്ര ഡിസോൾവ് ചെയ്താലും ഇരട്ടി OH ഉണ്ടാവും. അപ്പോൾ 2 × 10⁻⁻2 ഈസ് ഈക്വൽ ടു 4 × 10⁻⁻2. അപ്പോൾ POH കണ്ടുപിടിക്കാം. POH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 4 × 10⁻⁻2 ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 4 പ്ലസ് മൈനസ് ലോഗ് 10⁻². ലോഗ് 4ൻ്റെ വാല്യൂ നമുക്കറിയാം. ലോഗ് 4ൻ്റെ വാല്യൂ എത്രയാണ്? 0.6 മൈനസ് ഉണ്ട് കേട്ടോ. മൈനസ് ലോഗ് 10⁻² ഈസ് ഈക്വൽ ടു എത്രയ്ക്കാം? +2 ഈസ് ഈക്വൽ ടു 1.4 ആണ്. POH ആട്ടോ. ഇനി PH ആണ് ചോദിച്ചേക്കണേ. PH ഈസ് ഈക്വൽ ടു 14 - 1.4 ഈസ് ഈക്വൽ ടു 12.6 ഈസ് ആൻസർ. ഇവിടെ 12.3 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അബദ്ധം പറ്റാൻ വേണ്ടിയിട്ടാണ് വേറൊരു വാല്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 12.3 കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ 2 എടുക്കാണ്ട് പോയാൽ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോളണം. ഇത് സൊല്യൂബിലിറ്റി S ആണെങ്കിൽ OHൻ്റെ കോൺസെൻട്രേഷൻ 2S ആണ്. അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ഒരെണ്ണം. ദ മൊളാരിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഇൻ വിച്ച് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് 0.85. സോ മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ M ഈസ് ഈക്വൽ ടു 1000 Chi2/Chi1 M1. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1000 × Chi2 സെക്കൻഡ് വണ്ടെ Chi_A + Chi_B or Chi1 + Chi2 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 0.85 പ്ലസ് Chi2 ഈസ് ഈക്വൽ ടു 1. സോ മോൾ ഫ്രാക്ഷൻ Chi2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.85 0.15. അപ്പോൾ ഇൻറ്റു 0.15 ഡിവൈഡഡ് ബൈ Chi1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ട് സോൾവെൻറ്റിൻ്റെ 0.85 ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് വാട്ടർ. മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ 1000 ഇൻറ്റു 0.15 0.85 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഏകദേശം 3/100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15/85 വരും. 3/17 ഇൻറ്റു 18. ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് ചെയ്യാം. അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയ്ക്കാം? 18ഉം
100 തമ്മിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 550, ഏകദേശം ഒരു 150/17 അടുത്ത് ആൻസർ വരും. 150/17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 അപ്രോക്സിമേറ്റ് ആൻസർ ആട്ടോ. 150/17 ഏകദേശം ഒരു 9 ടൈംസിൻ്റെ അടുത്ത് വരും, ഓൾമോസ്റ്റ് 9 ടൈംസിൻ്റെ. ഇത് 50+ ആട്ടോ, 50യേക്കാൾ കൂടുതലാണ് ഈ വാല്യൂ. എക്സാക്ട്ലി ചെയ്യണമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഏകദേശം 10 ടൈംസ് വരില്ല 170യേക്കാൾ താഴെയാണ് 150. അപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ എത്രയാണ്? 9.8. അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് 3000 ഡിവൈഡഡ് ബൈ 17 × 18. 17 × 18 ചെയ്ത് നോക്കാം. 17 × 18 306. It is 3000 divided by 306. അപ്പോഴും നമുക്ക് 3000 എടുക്കുകയാണെങ്കിൽ ഏകദേശം 10ൻ്റെ അടുത്ത് ആൻസർ കിട്ടും. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങൾക്കിപ്പോൾ എക്സാക്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏകദേശം കൃത്യമായിട്ട് ആൻസർ കിട്ടും. സോ എനിഹാ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. For 10 minutes, each at 27 degrees Celsius, from 2 identical holes of nitrogen and an unknown gas leaked to a common vessel of volume 3 liter capacity. Then the resulting pressure is 4.18 bar and the mixture contains 0.4 moles of nitrogen. The molecular weight of the unknown gas is. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വോളിയം തന്നിട്ടുണ്ട്, ഫൈനൽ വോളിയം ഉണ്ട്, ഫൈനൽ പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് ഫൈനൽ മിക്സറിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. കാരണം ഒരെണ്ണത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് 0.4, മറ്റേ നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് PV = nRT അപ്ലൈ ചെയ്യുക. P പ്രഷർ 4.18 ഇൻറ്റു വോളിയം 3 = N. N എന്ന് പറയുന്നത് നമുക്ക് N ഓഫ് മിക്സറാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടായത്. ആറിൻ്റെ വാല്യൂ ഇവിടെ ബാറിലാണ് തന്നേക്കണേ, ലിറ്ററാണ്. അപ്പോൾ 0.083 അല്ലെങ്കിൽ 1/12 ഇട്ടാൽ മതി. 27 ഡിഗ്രി സെൽഷ്യസ് ആണ് 300. അപ്പോൾ N മിക്സർ നമുക്ക് കണ്ടുപിടിക്കാം. N മിക്സർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 4.18 × 3/0.083 × 3 അപ്രോക്സിമേറ്റ്ലി 0.5ൻ്റെ അടുത്ത് ആൻസർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് അൺനോൺ = 0.5. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 0.4 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് അൺനോൺ = 0.5. Therefore number of moles of unknown is equal to 0.1. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ അപ്ലൈ ചെയ്യാം. N1/N2 is equal to √M2/M1. എത്രയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് നമുക്ക് ഏതായിട്ട് എടുക്കാം? ഇറ്റ് ഈസ് നൈട്രജൻ ആയിട്ട് എടുക്കാം. നൈട്രജൻ്റെ നമ്പർ ഓഫ് നൈട്രജൻ എടുക്കാം, അൺനോൺ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. സോ നൈട്രജൻ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.4 ഡിവൈഡഡ് ബൈ അൺനോൺ എത്രയാണ്? 0.1 = സെക്കൻഡ് വൺ അൺനോണിൻ്റെ M അറിയില്ല, ലെറ്റ് ഇറ്റ് ബി M. നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും എത്രയ്ക്കും കിട്ടുക? 4.4 ഡിവൈഡ് ബൈ 0.1 4 കിട്ടും. = 4 കിട്ടും = M/28. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 16 is equal to M/28. M is equal to 16 × 28. is equal to 16 × 28. M is equal to 16 × 28. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 16 × 28 ഞാൻ എളുപ്പത്തിന് ചെയ്ത് കാണിച്ചു തരാം. 480 മൈനസ് 32 8 448. ഇതെന്താ ചെയ്തതെന്ന് തോന്നുന്നുണ്ടാവും. 16 × 30 ചെയ്തത്. അപ്പോൾ 480 കിട്ടി. ഒരു 2 അധികം ഉണ്ട്, അപ്പോൾ 32 അങ്ങ് മൈനസ് ചെയ്തു. അപ്പോൾ 448 ആൻസർ കിട്ടി. ഓൾമോസ്റ്റ് കുറേയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളും ശ്രമിച്ച് നോക്കൂ, നന്നായി പഠിക്കൂ, നന്നായി എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.